ഷലോം. ഞെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും ഷബാത്ത് ഷലോം. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ഷബാത്ത് ദിവസമാണ്. എങ്കിൽ പോലും ഇസ്രായേലില് ഇന്ന് യുദ്ധവും കൂടിയാണ്, നിങ്ങൾക്കറിയാം. പക്ഷേ ഇവിടുത്തെ യഹൂദന്മാരെ സംബന്ധിച്ച് ഷബത്ത് ആചരിക്കുന്ന എല്ലാവരും തന്നെ ഒരു ഭാഗത്ത് അവരുടെ പോരാളികളായിരിക്കുന്ന, തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുവാനിരിക്കുന്ന അവരുടെ IDF എന്ന് പറയുന്ന ആർമി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, അതേ സമയത്ത് തന്നെ ഇസ്രായേൽ മക്കൾ തങ്ങളെല്ലാവരും തന്നെ ശബത്ത് ദിവസത്തിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ചിലവിടുന്നു. അവരുടെ TV ഓഫാണ്, അവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫാണ്. അവർ ഇവിടുത്തെ യുദ്ധത്തിന്റെ വാർത്തകളോ യുദ്ധങ്ങളോ ഒന്നും തന്നെ അവരറിയുന്നില്ല. അവരെല്ലാവരും ഷബാത്തുകളിൽ പൂർണ്ണ വിശ്രമത്തോടുകൂടി ഷബാത്ത് കൂടാൻ വേണ്ടിയിട്ട് അവർ സ്വസ്ഥതയിലേക്ക് ഇവർ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശബത്ത് കൂടുന്ന കുറേ ആൾക്കാരുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിൽ ശബത്ത് കൂടുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ശബത്ത് കൂടുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. നമ്മൾ ദുഷ്ടനെ തിരിച്ചറിഞ്ഞുകൊണ്ട്, സാത്താനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെതിരെ പടവെട്ടാൻ സമയത്തിനും അസമയത്തിനും നമ്മൾ ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അത് ശബാത്ത് ദിവസത്തിൽ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ വന്നാൽ സാത്താനെ വെട്ടിയേ പറ്റൂ. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഇസ്രായേലിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ, ഇസ്രായേൽ മക്കൾ എല്ലാവരും ശബാത്ത് ദിവസത്തിലേക്ക് വേണ്ടി, ഒരു സ്വസ്ഥതയുടെ ദിവസത്തിലേക്ക് വേണ്ടി അവർ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്ത് നടന്നാലും ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെയുള്ള സമയം അവരെല്ലാവരും സ്വസ്ഥതയിലായിരിക്കും. അവരാരും ഫോണുകൾ ഓണാക്കി ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന്, വാർത്താ ചാനലുകൾ വഴിക്ക് ഇവിടെ എന്ത് സംഭവിക്കുന്നു ഒന്നും അറിയാൻ പോകുന്നില്ല. അത്രത്തോളം അവരുടെ കാര്യത്തിൽ അവർക്കറിയാം, അവരെ സംരക്ഷിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകനായി നിൽക്കുന്ന അവരുടെ ദൈവത്തെ അവർക്ക് വിശ്വാസമുണ്ട്. അവരുടെ ദൈവം അതുപോലെ തന്നെ അവരെ സംരക്ഷിക്കുന്നുമുണ്ട്. പക്ഷെ പ്രശ്നം ഇറാനെ പൂർണ്ണമായും തീർത്ത് കളയും എന്ന് തന്നെയാണ് ഇസ്രായേൽ. അതായത് ഇറാനെ തീർത്ത് കളയും എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആക്ച്വലി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ കയ്യിലിരിക്കുന്നത്, പോൾ എബ്രഹാം പ്ലീസ് ദയവ് ചെയ്ത് ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വരുന്ന സകല തുലുക്കന്മാരോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഒക്കെ തന്നെ ഞാൻ പറയുവാണ്, ഫേക്ക് ഐഡി ഉണ്ടാക്കി വരുന്നവർ എന്റെ പേജിൽ നിങ്ങൾ അധികം നേരം നിലനിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫേക്ക് ഐഡിക്ക് എന്റെ പേജിൽ പിന്നെ വാല്യൂ ഉണ്ടാകത്തില്ല. ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ഫേക്ക് ഐഡികൾക്ക് എന്റെ പേജിൽ വാല്യൂ ഉണ്ടാകത്തില്ല. വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കാൻ നിങ്ങൾ സമയം ചെലവെടുക്കേണ്ട അവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഫേക്ക് ഐഡികൾ കൊണ്ടുവരരുത്. ഓക്കെ, ഒറിജിനൽ ഐഡിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ, നിങ്ങൾക്ക് എന്നെ പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഫേക്ക് ഐഡി? ആ പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ ഒറിജിനൽ ഐഡി തന്നെ ധാരാളമല്ലേ. എന്നെ നിങ്ങൾക്ക് ഒട്ടും പേടിയില്ല, റീന എനിക്ക് ഒട്ടും പേടിയില്ല, പുല്ലാണടി നിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വന്തം പ്രൊഫൈൽ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ഒറിജിനൽ ഐഡിയിൽ കയറി വാ. എന്നെ പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് ഫേക്ക് ഐഡി? അതിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഞാൻ തന്നെ ലൈവായിട്ടല്ലേ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേല് ഖനീഫ ഷൺമഞ്ചേരി, നീ ചത്തില്ലേന്ന്. എടാ, ജീവനോടിരിക്കുന്ന എന്നെ തിരിച്ചറിയാനുള്ള തുലുക്കന്റെ ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ലേടാ, വിവരം കിട്ടവനെ ഹനീഫ. ജീവനോടിരിക്കുന്ന എന്നോട് വന്നിട്ട് ചോദിക്കുക നീ ചത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. അതെന്താ, കൊതമ്പത്തിന്റെ ബുദ്ധി ആയതുകൊണ്ടാ? നീ കൊതമ്പത്തിന്റെ ബുദ്ധിയെ മാറ്റി പിടിച്ചിട്ട് സ്വന്തമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ശാസ്ത്രപരമായിട്ടുള്ളതും അല്ലാതെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും വീട്ടുകാർ പഠിപ്പിച്ചു തന്നതുമായിട്ടുള്ള ബുദ്ധിയിൽ ജീവിക്കാൻ പഠിക്കുക. അപ്പൊ സാമാന്യ നോർമൽ മനുഷ്യനെ പോലെ ചിന്തിക്കാനും ഒക്കെ നിനക്ക് കഴിയും. അല്ല, നീ കൊതമ്പത്തിന്റെ ബുദ്ധിയിൽ നീ സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ പറയേണ്ടി വരും, പൊട്ടത്തരം. ഓക്കെ, അതുകൊണ്ട് ഒരു മിനിറ്റ്. മജീദ് മലയിൽ നീ എപ്പോ പൊട്ടിത്തെറിക്കും അവിടെ? അത് നിന്റെ തള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. തള്ളാ തള്ളാ തള്ള നിങ്ങളെല്ലാം വന്നോ എന്റെ പ്രിയ സഹോദരങ്ങളെ? നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പാട്ട് തുലുക്കന്മാർക്ക് എല്ലാവർക്കും സ്പോൺസർ ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്താണ് എഴുതിയ പാട്ടാണ്. അപ്പോൾ
തുലുക്കന്മാരിപ്പം പിന്നെ ഏകദേശപ്പെട്ട ഒരു 640 പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ തുലുക്കന്മാർ തന്നെയാണ് ഇതിനകത്തുള്ളത്. എങ്കിൽ പോലും നിങ്ങളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞാൻ ഈ പാട്ട് സകല തുലുക്കന്മാർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ചില തെറ്റുപാടുകൾ വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പാട്ട് എഴുതിയതേ ഉള്ളൂ ഞാൻ. അതുകൊണ്ട് കറക്റ്റ് വല്ല കുറ്റകറ്റങ്ങളോ അറ്റകുറ്റപ്പണികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം പിന്നീട്. അപ്പം ഇപ്പം നമുക്ക് ഈ പാട്ട് നമുക്കൊന്ന് പറയാം. അപ്പം ഞാൻ പാടട്ടെ. ഡാ വാടാ വാടാ കോയ വന്ന് അടിയും വാങ്ങിപ്പോടാ എൻ്റെ യെരുശലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ ഞങ്ങൾ കൊതമതിൻ്റെ മക്കൾ ഏറിൽ കയറും മക്കൾ അടികൊണ്ടാലും പഠിക്കൂല ഞാൻ ഏറിൽ കയറും തോഴിൽ ചൊറിയാൻ വരും തോഴിൽ ഞങ്ങളുടെ കൊതമതും ഏറിയിലാണ് ഡവാടാ കോയ യെരുശലേം പേജിൽ കുണ്ടിക്കടി കൊണ്ട് ഓടും കോയ ഡടാ വാടാ റാസ്കൽ നേരത്തോട് വാടാ വാടാ കോയ ഒന്നടിയും വാങ്ങിപ്പോടാ ആദ്യം ഹമാസിനായി പിന്നെ ഹിസ്ബുള്ളയ്ക്കായി പിന്നെ ഇറാനുമായി കരയുമേ എത്ര കൊണ്ടാലുമേ ഞങ്ങൾ പഠിക്കൂല ഞങ്ങൾ കൊതമതിൻ്റെ മക്കളെ ഞങ്ങൾ കൊതമതിൻ്റെ മക്കൾ അടിയിരുന്ന് വാങ്ങും മക്കൾ എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ അടി കൊണ്ടാലെന്താ കുഴപ്പം ഹൂറിയുണ്ട് അവിടെ അതിനായി മരിക്കും നമ്മൾ ഡാ പോടാ കോയ ഹൂറിയില്ല ആ തള്ളാഹുവിൻ്റെ തള്ളു മാത്രം വാടാ കോയ വാടാ. മതിയോ പ്രിയ സഹോദരങ്ങളെ? അപ്പൊ കോയമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് എഴുതിയ പാട്ടാണ്. വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ തിരുത്താം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അനസ് ലത്തീഫ് തൂറി എറിഞ്ഞുണ്ടായ അയ്യോ ഉമ്മയാണോ തൂറി എറിഞ്ഞുണ്ടായ കൂത്തിച്ചി? ഇത് ഇന്നലെയും ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അനസ് ലത്തീഫെ, നിങ്ങൾക്ക് അനസ് ലത്തീഫിനെ ഒന്ന് പരിചയപ്പെടണോ? ഞാൻ എപ്പം പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അനസ് ലത്തീഫിന്റെ ഉമ്മ കൂത്തിച്ചിയെ നിങ്ങൾക്ക് കാണണം. ഇവൻ ഇന്നലെയും വന്ന് അടി വാങ്ങിച്ചിട്ട് പോയവൻ. അപ്പൊ ഞാൻ പാടിയ പാട്ടിന് ഒരു കുഴപ്പമില്ലല്ലോ. അനസ് ലത്തീഫ് അനസ് ലത്തീഫ് ഇന്നലെയും വന്ന് അടി മേടിച്ചോണ്ട് പോയ തുലുക്കന. ഡോണ്ട് വെറി ഗുട്ടാ ഡോണ്ട്. അവന് സമാധാനം കിട്ടുന്നില്ല ഉമ്മേനെ ഏറി കയറ്റിയില്ലെങ്കിൽ. അനസ് ലത്തീഫേ അനസ് ലത്തീഫേ നമുക്ക് ഏറിൽ കയറാണ്ട അനസ് ലത്തീഫേ. ഇതാണ് പ്രിയ സഹോദരങ്ങളെ അനസ് ലത്തീഫിന്റെ തള്ളാഹു തൂറി എറിഞ്ഞ കൂത്തിച്ചി എന്ന് പറയുന്ന അനസ് ലത്തീഫിന്റെ ഉമ്മ. ഈ കൂത്തിച്ചി പറവടിയെ കുറിച്ച് ഒരു ഹായ് പറയണമെന്നാണ് അനസ് ലത്തീഫ് പറഞ്ഞത്. അപ്പം തൂറി എറിഞ്ഞുണ്ടായ കൂത്തിച്ചി എന്ന് പറയുന്ന അനസ് ലത്തീഫിന്റെ ഉമ്മയ്ക്ക് ഒരു ഹായ്. അനസ് ലത്തീഫിനെ കാണണോ? തുലുക്കനെ കണ്ടോളൂ, നിങ്ങൾ അനസ് ലത്തീഫിനെ കണ്ടോളൂ. ഉമ്മ കൊതം വിശാലമാക്കി ഉണ്ടാക്കിയ മോന. ഇതാണ് അനസ് ലത്തീഫ്. കണ്ടോ? ഈ ഉമ്മയാണ് തൂറി എറിഞ്ഞ് അനസ് ലത്തീഫിനെ ഉണ്ടാക്കിയെന്നാണ് അവനിപ്പോൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്ക് അവൻ്റെ അവകാശവാദങ്ങളെ അവന് വിശ്വസിക്കാനല്ലേ നിർവാഹമുള്ളൂ സഹോദരങ്ങളെ. കണ്ടല്ലോ, ഇതാണ് അനസ് ലത്തീഫ്. തുലുക്കനായതുകൊണ്ട് തൂറി എറിഞ്ഞുണ്ടാക്കിയതാണെന്ന് 100% നമുക്ക് വിശ്വസിക്കാം. ആഹാ, കൂത്തിച്ചി ഉമ്മ തൂറി എറിഞ്ഞുണ്ടായ മോൻ. ആ കൂത്തിച്ചി ഉമ്മയ്ക്കൊരു ഹായ് പറയണമെന്ന്. ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്, തൂറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇതെന്താടാ അനസ് ലത്തീഫെ നിന്റെ തലയ്ക്കകത്ത്? കോയമാർക്ക് ഇങ്ങനെ ഒരു തൊപ്പി ഇല്ലല്ലോ. നമ്മളെപ്പോഴും തള്ളാകും തീട്ടം വരും എന്തുവാ യഹൂദന്റെ തീട്ടം വരെ അരിച്ചു പറക്കി അതിനനുസരിച്ച് നമ്മൾ തൂറാൻ നോക്കുന്നവരാണല്ലോ. യഹൂദന്റെ തീട്ടം വരെ അരിച്ചു പറക്കി തൂറാൻ നോക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് അനസ് ലത്തീഫിന്റെ കൂത്തിച്ചി ഭാര്യയെ കണ്ടില്ലേ? ആഹാ ദാ കൂത്തിച്ചിയും മാക്കൊരു ഹായ് പറയണം എന്നാണ് അവൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഹായ് പറഞ്ഞങ്ങ് വിട്ടേക്കാം.
അനസ് ലത്തീഫിനെ പരിചയപ്പെട്ടോളൂ നിങ്ങൾ. അയ്യോ തീർന്നു ഇവൻ്റെ കാറ്റ്, ഇത്രയൊക്കെ ഉള്ളോ? അപ്പം ഇന്നലെയും വന്ന് ഏറിൽ കയറിയ മോന് ഇന്നും വന്ന് എല്ലാവരുടെ മുമ്പിലും ഒന്ന് ഏറി കയറണമെന്നൊരു മോഹം. വിഷമിക്കണ്ട മോനെ, നിന്റെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി ഉണ്ട്. എക്കോ ഓഫ് ട്രൂത്ത് ഡോണ്ട് ഡു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, സഹോദരങ്ങളെ ദയവ് ചെയ്ത് ഫേക്ക് ഐഡികളിൽ വരരുത്. നിങ്ങളുടെ ഫേക്ക് ഐഡികൾ കഷ്ടപ്പെട്ട് അനസ് സച്ചു അനസ് സച്ചുവിന് ഈ ഒരു മറുപടി എനിക്ക് ഇന്നലെയും നീ ഒരു കമന്റ് ഇട്ടിട്ട് മുക്കിയിട്ട് ഓടിക്കളഞ്ഞു. ഞാൻ നിന്റെ കമന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അനസ് സച്ചുവേ. എന്തായാലും ഇന്ന് ആ കമന്റ് വീണ്ടും കൊണ്ട് ഇട്ടല്ലോ, വളരെ സന്തോഷം. പക്ഷെ ഇന്നലെ ഓടിയത് എന്തിനാ? ID മാറ്റാൻ വേണ്ടി ഓടിയതാണോ? മക്കളൂ, നമ്മുടെ അനസ് സച്ചുവിനെ ഇങ്ങോട്ട് തന്നോളൂ, നമുക്ക് എയറിൽ കയറ്റാം. അപ്പോഴത്തേക്കും അനസ് സച്ചുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് ഞാൻ ഒന്നുകൂടി പാടാം. അനസ് സച്ചു ഒറിജിനലാണോ എന്ന് നോക്കിയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ അപ്പോഴത്തേക്കും ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത്, അനസ് സച്ചുവിനെ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഞാൻ ഒരു പാട്ട് ഒന്നുകൂടി പാടാം. ഓക്കെ, അപ്പം ഞാൻ പാടാൻ പോവുകയാണേ. ഡാ വാടാ കോയ വാടാ വന്ന് അടിയും വാങ്ങിപ്പോടാ. എന്റെ അരിശിലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ഞങ്ങൾ കൊതമതിന്റെ മക്കൾ, ഏറിൽ കയറും മക്കൾ, അടികൊണ്ടാലും പഠിക്കൂല ഞാൻ. ഏറിൽ കയറും തോഴിൽ, ചൊറിയാൻ വരും തോഴിൽ, ഞങ്ങളുടെ കൊതമത് പോലും ഏറിയിലാണ്. ഡാ വാടാ കോയ പേജിൽ എടാ കുണ്ടിക്കടി കൊണ്ടോടും കോയാ. വാടാ റാസ്കൽ നേരത്തോട്, വാടാ വാടാ കോയാ, വാടാ വാടാ കോയ ഒന്ന് അടിയും വാങ്ങിപ്പോടാ. എന്റെ എരിശിലേം പേജിൽ വന്ന് അടിയും വാങ്ങിപ്പോടാ. ആദ്യം ഹമാസിനായി, പിന്നെ ഹിസ്ബുള്ളയ്ക്കായി, പിന്നെ ഇറാനുമായി കരയുമേ. ഞങ്ങൾ എത്ര കൊണ്ടാലുമേ ഞങ്ങൾ പഠിക്കൂല, ഞങ്ങൾ കൊതമതിന്റെ മക്കളെ, ഞങ്ങൾ കൊതമതിന്റെ മക്കൾ, അടിയിരുന്നു വാങ്ങും മക്കൾ, എത്ര കൊണ്ടാലും പഠിക്കൂല ഞാൻ. അടി കൊണ്ടാലെന്താ കുഴപ്പം, ഹൂറിയുണ്ട് അവിടെ, അതിനായി മരിക്കും നമ്മൾ. ഡാ പോടാ കോയ ഹൂറിയില്ല, അത് തള്ളാഹുവിന്റെ തള്ളു മാത്രം. വാടാ വാടാ കോയ, വാടാ വാടാ കോയ വന്ന് അടിയും വാങ്ങിപ്പോടാ. അനസ് സച്ചുവിനെ കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അനസ് സച്ചുവിനെ നമുക്കൊന്ന് കൈകാര്യം ചെയ്തിട്ട് വരാം. അടി ഇരന്ന് വാങ്ങിക്കുന്ന മക്കളാണെന്ന് അവർ സ്വയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനസച്ചു 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 എന്താടാ അനസച്ചു ഇങ്ങനെ പ്രൊഫൈൽ മുക്കിക്കൊണ്ടൊക്കെ കമന്റ് ഇട്ട് തള്ളി മറിക്കുന്നേ? ഡോണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ ഇടുന്നെങ്കിൽ എന്നെ എന്ത് ചെയ്യണം, കൃത്യമായി മനസ്സിലാക്കി. അപ്പം അനസച്ചു എന്താ കമന്റ് ഇട്ടതെന്ന് ആദ്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാമേ. എന്നിട്ട് വേണം അവനെ ട്രോളി കൊല്ലാനായിട്ട്, കുണ്ടിക്കടി കൊടുത്തവനെ ഓടിക്കാനായിട്ട്. ഇവനെയൊക്കെ കുണ്ടിക്കടി കൊണ്ടാലേ ഇവനൊക്കെ ഓടത്തുള്ളൂ എന്നുള്ളതാണ് സത്യമായ കാര്യം. അനസച്ചുവേ ദാ ഏതോ ഉസ്താദ് കൊതം വിശാലമാക്കി കൊടുത്ത് ഉമ്മയ്ക്കുണ്ടാക്കി കൊടുത്ത മോന അനസ് അച്ചു. അപ്പം അനസ് അച്ചു എന്താ ഇവിടെ പറഞ്ഞതിന്റെ പിന്നെ കാരണം എന്ന് പറഞ്ഞത്, നിന്റെ അമ്മച്ചിയെ ഏതോ ഒരു കോയ, അവന്റെ കമന്റ് ഒന്നും ഞാൻ വായിക്കട്ടെ. അനസ് അച്ചുവിന്റെ കമന്റ് ഇതാ ഓടിപ്പോയി. പ്രിയ സഹോദരങ്ങളെ തിരിച്ചു തരൂ. അനസ് അച്ചുവിന്റെ കമന്റ് ഇങ്ങോട്ട് വരൂ. എന്തിനാ ആ കമന്റ് ഓടിപ്പോയേ? അനസ് അച്ചുവിന്റെ കമന്റ് എന്ന് പറഞ്ഞത്, കുണ്ടിക്കടിച്ചു വിട്ടത് എൻ്റെ അമ്മയ്ക്ക് എന്നാണ് അനസച്ച് പറഞ്ഞത്. എടാ കോയക്കുണ്ടായവനെ, അതിന് കുണ്ടിക്കടിക്കാൻ പോയവന്റെ അണ്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ കുണ്ടിക്കടിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ അമ്മയെ ഞാനേ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ അമ്മയുടെ കാര്യം വല്ലതും പറയണോടാ അനസച്ചുവേ? എടാ കുണ്ടിക്കടിക്കാൻ പോയ കോയയുടെ അണ്ടി വെട്ടിയെടുത്ത് അനസച്ചുവിന്റെ ബാപ്പയുടെ
മനസ്സിലായി? അണ്ടി വെട്ടിയെടുത്തോണ്ട് പോയിട്ട് അനസച്ചുവിന്റെ ഉമ്മാടെ അച്ചാറിട്ട് എന്ത് ചെയ്തോണ്ടു ഉമ്മയുടെ വായിക്കാത്ത കൊണ്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ. കുണ്ടിക്കടിക്കാൻ പോയതാ. പക്ഷെ തുലുക്കൻ കുണ്ടിക്കടിക്കാൻ പോയി കഴിഞ്ഞാൽ തുലുക്കന്റെ അണ്ടി പോകുമെന്നുള്ള കാര്യം കുണ്ടിക്കടിക്കാൻ പോയ തുലുക്കൻ അറിയാതെ പോയതെന്നുള്ളവർക്കും ഭയങ്കര വിഷമമുണ്ടടാ അനസച്ചു. ഇനിയെങ്കിലും മനസ്സിലാക്കടാ വിവരം കെട്ടവന്മാരെ. ക്രിസ്ത്യാനികളെയും ഹിന്ദു പെൺകുട്ടികളെയും കുണ്ടിക്കടിക്കാൻ വല്ല ഉദ്ദേശവുമായിട്ട് തുലുക്കന്മാർ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ആ കുണ്ടിക്കടിക്കുന്ന അണ്ടി ഉണ്ടല്ലോ, അത് ക്ണക്ണേ വെട്ടി എടുത്തോണ്ട് പോയി അച്ചാറ് വറുത്തോണ്ട് പോയി നിന്റെ ഉമ്മാന്റെ കുണ്ടിക്കകത്ത് ചിലപ്പോൾ കയറ്റി കൊടുക്കും. ഓരോ പീസായിട്ട്. നിങ്ങൾ സ്വർണം കടത്തുന്നില്ലേ അനസച്ചു? എടാ കുണ്ടിക്കടിക്കുന്ന വർഗത്തിൽപ്പെട്ടവനെ, നിന്റെ കൊതമത് കുണ്ടിക്കടിച്ചതുപോലെ അല്ല. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോടാ? നിന്റെ ഇസ്രായേലിന് സമാധാനത്തോട് ഉറങ്ങില്ല. ഒരു ഇറാന്റെ ബോംബ് മതി നിന്റെ ഇസ്രായേലിന് പടമാവാൻ. ഓർത്തോ നീയൊക്കെ? ആര്? തള്ളാഹുവിന്റെ മോനാണോ ഈ തള്ളുന്നത്? തള്ളാഹുവിന്റെ മോനെ, കൊതമത് നബിയെ, കാലന്ത് നിലത്തെ ഉറക്കാത്ത അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പോൾ കേട്ടു തള്ളാഹുവിന്റെ കക്കൂസിന്ന് ഒടുക്കത്തെ പാട്ട്, ആറാണ്ടപ്പന് ആറാണ്ടപ്പന് ആറാണ്ടപ്പന്. അനസച്ചു, ഉമ്മാന്റെ കൂതിയെ പൊളിച്ച കഥയാണോ മകനെ പറയുന്നത്? തള്ളാഹു ആയിഷന്റെ കൂതി പൊളിച്ച കഥയാണെന്ന് പറയുന്നത്. കൊതമ്മത് ആയിഷന്റെ കൂതി പൊളിച്ച കഥയാണോ നീ വന്ന് പറയുന്നേ? ഹൂറിയില്ലാത്തത് കൊണ്ട് ആയിഷന്റെ കൂതിയാ ആര് പൊളിച്ചത്? കൊതമ്മത് പൊളിച്ചത്. ഇപ്പൊ അനസിന്റെ ഉമ്മാന്റെ കൂതിയെ ഉസ്താദുമാരിട്ട് പൊളിച്ചോണ്ടിരിക്കുക. അതിന്റെ വിഷമോ അനസിന്. സാരമില്ല അനസച്ചു മോനെ, അനസച്ചു സാരമില്ല. നിന്റെ ഉമ്മേന്റെ കൂതിയെ ഉസ്താദുമാര് പൊളിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. ഉമ്മയുടെ ഇതാണ് നമ്മുടെ അനസ് അച്ചു. അനസച്ചുവിന്റെ ഉമ്മാന്റെ കൂതി ഉസ്താദുമാരിട്ട് പൊളിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇതിനകത്തുള്ളവർക്കെല്ലാം ഉമ്മാന്റെ കൂതി തിരക്കി പോകാമെന്ന് അനസച്ച് ചോദിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഓട് പോയ കണ്ടം വഴിക്ക് ഓട് പോയ കണ്ടം വഴിക്ക് പോടാ ഗോയ കണ്ടം വഴി ഓടടാ. പ്രിൻസ് KM ഇന്നലെ നിനക്ക് ആവശ്യത്തിലേറെ തന്നിട്ടുണ്ട് ഞാൻ, ധാരാളം. അത് തന്നെ നിനക്ക് ധാരാളമാ. മനസ്സിലായോ പ്രിൻസ് KM? അടി ഇന്നലെ ഇറന്ന് മേടിച്ചവർ ഇന്ന് വന്ന് വാങ്ങിക്കരുത് ദയവ് ചെയ്ത്. ആദ്യം നിങ്ങൾ സ്ട്രക്ചറിലൊക്കെ പോയി, നിങ്ങൾ ആദ്യം പോയി ആംബുലൻസിലൊക്കെ പോയി നിങ്ങളുടെ അടിക്ക് കിട്ടി ഇന്നലത്തെ കിട്ടിയ മരുന്നൊക്കെ മേടിക്കുക. ഇന്ന് പുതിയ ആളുകൾ വാ. പുതിയ ആളുകൾക്ക് അടി കിട്ടാനുള്ള സമയം എടുത്തത് കൊണ്ട് പുതിയ ആളുകൾ അത് തന്നെ. പേര് തന്നെ അനസെന്ന, കൊതവുന്ന അവന്റെ പേര്. ഡോളി എം മാത്യു. കൊതമതിന്റെ മോന്റെ പേരെന്താ പറയാമോ? അനസ് അച്ചു എന്നാ. അത് തന്നെ കുണ്ടിക്കുന്ന അവന്റെ പേര്. കുണ്ടിക്കുണ്ടായവൻ എന്നാ അവന്റെ പേര് തന്നെ. എടാ കുണ്ടിക്കുണ്ടായവന് നിനക്ക് പേരിട്ടത് എന്തായാലും കൊള്ളാം. ഇംഗ്ലീഷിൽ പറയുമ്പോഴാ മലയാളത്തിൽ പറയുമ്പോഴാ അവന്മാർക്ക് ടെൻഷനുള്ളൂ കൊതവെന്ന് പറഞ്ഞിട്ട്. അനസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാം അവന്മാർക്ക് ആ പേരിടാം. കോയയുടെ പേര് കൊള്ളാം. ഉമ്മാന്റെ പേരെന്താടാ? പൊലയാടിച്ച് കൂത്തിച്ചിയോ? ആഹാ അനസേ, നിന്റെ ഉമ്മയ്ക്ക് നിനക്ക് ചുമ്മാതല്ല കൊതവെന്ന് നിന്റെ അമ്മ പേരിട്ടത്.
മേഴ്സി രാജനെ ഒന്ന് ഓട് കണ്ടം വഴിക്ക് ഈ പേരിലോട്ട് തിരിച്ചു വന്നു പോകരുത്. കൊതം സച്ചു, അനസ് സച്ചുവിന്റെ പേര് നമുക്ക് മാറ്റി കൊതം സച്ചു എന്നായി. ഇവന്റെ പേര് ഇനി തൊട്ട് കൊതം സച്ചു എന്നാണ്. കാരണം അനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടി എന്ന് ഇംഗ്ലീഷിൽ അവൻ എന്ത് ചെയ്തു, അവൻ സ്റ്റാൻഡേർഡിൽ എന്ത് ചെയ്തു, കുണ്ടി എന്ന് ഇട്ടു. നമ്മൾ കൃത്യമായിട്ട് ഇവന് കൊതം അച്ചു എന്ന് ഇനി തൊട്ട് വിളിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇവന്റെ പേര് മാറിയ വിവരം ഇതിനാൽ ഞാൻ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇവന്റെ പേര് ഇനി തൊട്ട് കൊതം അച്ചു എന്നാണ്, അനസു അച്ചു എന്നല്ല. കണ്ടല്ലോ, ഇനി തൊട്ട് നിങ്ങൾ പരിചയപ്പെടുന്നവരെല്ലാം കൊതം അച്ചു കൊതം അച്ചു കൊതം അച്ചു എന്നേ വിളിക്കാവൂ. അനസച്ചു എന്ന് പറഞ്ഞ് ഇനി തൊട്ട് ഇവനെ വിളിക്കരുത്. മനസ്സിലായോ? അപ്പം റോയൽ പി കെ പോടാ ചെല്ലേ, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് സംസാരിക്കുക. തൻ്റെ ഇടം കാണിയുടെ വിവരം കെട്ടവന്മാരെയോ എന്നോട് വന്ന് സംസാരിക്കാൻ ഇവന്മാർക്ക് പിന്നെ എന്തുവാ ഫേക്ക് ഇത് വേണം, തന്നെ വേണമെന്ന് പറയുന്നതാണ്. രാജേഷ് പരുത്തിയങ്കൽ, നമുക്ക് രാജേഷ് പരുത്തിയങ്കലിനെ വെറുതെ ഇരുന്ന് അടി വാങ്ങാൻ വേണ്ടി വരുന്ന ഇറന്ന് വാങ്ങുന്നവന്മാരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. നമുക്കൊന്ന് എയറിൽ കയറ്റിയേക്കാം. ഇപ്പൊ അവന്റെ സംസ്കാരം ഇപ്പൊ പുറത്തു വരുവേ, നോക്കിക്കൊണ്ടേ. രാജേഷ് പരുത്തിയങ്കൽ ഇപ്പൊ സംസ്കാരം പുറത്ത്, ഇപ്പൊ ഞാൻ കൊണ്ടുവരാം അവന്റെ സംസ്കാരം. പരുത്തി അനിക്കലോ, അതെന്തിനാടാ പരുത്തി അനിക്കൽ? ഒരു മിനിറ്റ്, ഇപ്പൊ തരാവേ, വെയിറ്റ് ആക്കണേ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ, കുറച്ച് കഴിയുമ്പോൾ നീ ചത്തു പോവേ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ. രാജേഷേ പരുത്തി അനിക്കലേ, ദാ എന്റെ പ്രിയ സഹോദരങ്ങളെ, രാജേഷ് പരുത്തി അനിക്കൽ എന്ന് പറയുന്നവന്റെ മര്യാദ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഇവന്റെ മര്യാദ പുറത്തു കാടും. ഇതോ ഇരിക്കുന്നവളുടെ കുണ്ടി ഉണ്ടല്ലോ, ഈ കുണ്ടി ഒരു തുലുക്കം വന്നിട്ട് ചോദിക്കുക, രാജേഷ് പരുത്തി അനിക്കലേ, നിന്റെ ഭാര്യയുടെ കുണ്ടി ഒന്ന് തരുമോ, നിന്റെ അമ്മയുടെ കൊതപോഹം ഞാനൊന്ന് നടത്തി തരുമോ എന്ന് രാജേഷ് പരുത്തി അനിക്കലിന്റെ ഭാര്യയുടെ കുണ്ടിയും അമ്മയുടെ കുണ്ടിയും കൂടി ഒരുത്തൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മകനെ രാജേഷ് പരുത്തി അനിക്കലേ, നിന്റെ ഭാര്യയ്ക്കും നിന്റെ അമ്മയുടെയും കുണ്ടി നീ ഇവിടെ കച്ചവടം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഇതാണ് നമ്മുടെ രാജേഷ് പരുത്തി അനിക്കൽ. അവന്റെ അമ്മയുടെ കുണ്ടിയും അവന്റെ ഭാര്യയുടെ കുണ്ടിയും കച്ചവടം ചെയ്യാൻ അവന് ഒരു കുഴപ്പവുമില്ലെന്നാണ് പറയുന്നത്. മകനെ, അപ്പൊ ഇവർ രണ്ടുപേരുടെയും കുണ്ടി ഇവിടെ കച്ചവടം ചെയ്യാൻ നീ റെഡിയാണെങ്കിൽ അവർ രണ്ടുപേരുടെയും കുണ്ടിയുടെ ഒരു ഫോട്ടോ ഇങ്ങിട്ട് തന്നേരെ, രാജേഷ് പരുത്തി അനിക്കൽ. രാജേഷ് ഉണ്ടോ? രാജേഷ് ഇവിടെ ഉണ്ടോ? രാജേഷ് പരുത്തി അനിക്കൽ, നീ പരുത്തിയുടെ ഇടയിലൊന്നും പോയി കിടന്ന് ഒളിച്ചിരിക്കരുത്. മുഹമ്മദ് അലി തൂറ്ററ, എന്തുകൊണ്ടാ നീ തൂറി കിടക്കുകയാണോ മുഹമ്മദ് അലി തൂറ്ററ? ഈ ലൈവ് കുഞ്ഞുങ്ങളെ കാണിക്കരുത്. തൂറാന്റെ പുസ്തകം കാണിക്കാമോ കുഞ്ഞുങ്ങളെ മദ്രസയിൽ കൊണ്ടുപോയി? എടാ, തൂറാന്റെ പുസ്തകം പോലത്തെ ഏപ്പടമുള്ളൊരു പുസ്തകം ഈ ലോകത്ത് വേറെ ഉണ്ട്, മുത്തുജീവി പുസ്തകം. അതിനെ നിന്റെ മദ്രസയിലെ കുഞ്ഞുങ്ങൾക്ക് കാണിക്കാമെങ്കിൽ ഈ ലൈവും കുഞ്ഞുങ്ങൾ കാണാം കേട്ടോ. മുഹമ്മദ് അലി തൂറ്ററയെന്ന് തൂറിക്കിടക്കുക. എല്ലാമാർക്ക് തീട്ടവും തൂറ്ററയെന്നൊക്കെ പേരേ ഉള്ളോ? മുഹമ്മദ് അലി, എടാ മുഹമ്മദ് അലി എന്ത് ഡയലോഗാണെന്ന് നോക്കിക്കോണേ. തൂറാന്റെ പുസ്തകം വെച്ച് കിടക്കുന്നവന്മാരാ കുഞ്ഞുങ്ങളെ കാണിക്കരുത്. എടാ, ആയുർവശിതാരി ആയിഷേനെ കൊതഭോഗം നടത്തിയവനാ നിന്റെ തൊള്ളാകൂന്ന് പറയുന്ന കൊതമതന്റെ നബി. അങ്ങനെ ഇരിക്കുമ്പോഴാ നീ കുഞ്ഞുങ്ങളുടെ കഥ എന്ന് പറയുന്നു. എന്തുവാടാ, നിങ്ങളെ കുറച്ച് ലോജിക്കായിട്ടൊക്കെ സംസാരിക്കാൻ പാടിയില്ലടാ വിവരം കെട്ടവന്മാരെ. 6 വയസ്സുകാരിക്ക് കൊതഭോഗം നടത്തി കൊടുക്കാൻ അറിഞ്ഞവനാ അവന്റെ കൊതമത് നബിയുടെ ഈ ചങ്ങായി, ഈ തൂറിച്ചങ്ങാതിക്ക് പറയുക. അവന്മാർക്ക് പോലും നാണക്കേട്. അവന്റെ പുസ്തകത്തിന്റെ കാര്യം പറയുമ്പോ ലൈവില് അവന്റെ പുസ്തകത്തിന്റെ കാര്യമായി നമ്മൾ ഈ പറയുന്നേ. പക്ഷെ അത് കുഞ്ഞുങ്ങളെ കേൾപ്പിക്കരുതെന്ന് അവന്മാർക്ക് തന്നെ തോന്നുന്നുണ്ട്. നോക്കിക്കോളണേ. മുഹമ്മദ് അലി തൂറ്ററ, എന്ത് പേരടാ ഇവന്മാർക്ക്. തീട്ടവും തൂറ്റലും ഒക്കെ തന്നെയാണല്ലോ കർത്താവേ.
നമ്മൾ കൊതമാതിന്റെ മക്കൾ, അടിയിരന്ന് വാങ്ങും മക്കൾ, എത്ര അടി കൊണ്ടാലും പഠിക്കൂല ഞാൻ. വാടാ വാടാ കൊതമതിന്റെ മക്കളെ, വാടാ 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 വാടാ. ഇതാണ് നമ്മുടെ കൊതമതിന്റെ മോൻ തൂറ്ററ. ഇവനാ പറയുന്ന ഈ ലൈവ് കുഞ്ഞുങ്ങളെ കാണിക്കരുതെന്ന്, പ്ലീസ് ഒന്ന്. 6 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊതഭോഗം നടത്തി, ആ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊടഭോഗം നടത്തിയ കൊതഭോഗന്റെ കുത്തുനബിയുടെ മക്കൾക്ക് ഈ ഡയലോഗ് പറയാൻ എവിടുന്നാടാ അധികാരം കിട്ടിയേ? എവിടുന്നാടാ അധികാരം കിട്ടിയേ? ഇതൊക്കെ പറയുമ്പോ ലോജിക്ക് വേണ്ടേ? കേൾക്കുന്നവർക്കൊരു ഇത് വേണ്ടേടാ, വിവരം കെട്ടവന്മാരെ. സജീർ അലി, ഷേടാ വിവരം കിട്ടവന്മാരെ, ഞാനിവിടെ ലൈവായിട്ടിരിക്കല്ലേ, എന്നെ കാണാൻ എന്തിനാടാ ഫേക്ക് ഐഡിയൊക്കെ ഇട്ട് വരുന്നത്? ഒറിജിനൽ മുഖമൊക്കെ വെച്ച് എടാ ഒറിജിനൽ മുഖം വെച്ചൊക്കെ വന്ന് സംസാരിക്കണടാ വിവരം കെട്ടവന്മാരെ. ജിജേഷ് മറുവീട്ടില്, എടാ ജിജേഷ് മറുവീട്ടിലെ, നീ ഇന്നലെ പോയി വേറൊരു വീട്ടിൽ പോയി തൂറിക്കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് ഇന്നലെ അടി കൊണ്ടതല്ലേ നിനക്ക്? പിന്നെ എന്തിനാടാ ഈ ലൈവിൽ കയറി വന്ന്? ഇന്ന് പുതിയ ആൾക്കാർക്കാ. ഇന്നലെ അടി കൊണ്ടവർ, കരഞ്ഞിട്ട് ഓടിയവർ ഓട്ടം. ഇന്നലെ നീ കരഞ്ഞിട്ട് ഓടിയതല്ലേ ജിജേഷ് മറുവീട്ടിലുള്ളവനെ? ഇന്നലെ മറുവീട്ടിലുള്ള ജിജേഷ് കരഞ്ഞിട്ട് ഓടിയതാണ്. എന്നിട്ട് ഇന്നും ഓടി വന്നിരിക്കുന്നു. കാരണം 4-5 തുലുക്കന്മാർ ഒരുമിച്ചുണ്ടല്ലോ, അപ്പൊ അവരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് പേടിച്ചിട്ടാ തുലുക്കന്മാരെ കണ്ട വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുക. അഷ്റഫ് പി, ഒരു മിനിറ്റ്, അഷ്റഫ് KP. എടി 6 9 വയസ്സാണ്. അന്ന് കാലത്ത് 9 വയസ്സിലാണ് പലരും കല്യാണം കഴിക്കാറ്. നിന്റെയൊക്കെ കുടുംബത്തിൽ നോക്ക്, പണ്ടൊക്കെ അങ്ങനെ. അയ്യോ, 9 വയസ്സുകാരി 53 വയസ്സുകാരൻ കിളവനെ കിട്ടുവോ? എവിടെയാടാ 9 വയസ്സ്? എന്നാ നിന്റെ ഒരു കൊച്ചിന്, നിന്റെ 9 വയസ്സുകാരി കൊച്ചിന് ഒരു 53 വയസ്സുള്ള നീ ഒരു കാര്യം കാന്തപുരത്തിനൊന്ന് കെട്ടിച്ചു കൊടുത്തേ. അഷ്റഫ് KP അവന്റെ പ്രൊഫൈലും ഒന്ന് തന്നേ. അഷ്റഫ് KP ഇവന്റെ കൊച്ചിനെ കാന്തപുരത്തിന് ഇവന് കെട്ടിച്ചു കൊടുക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പോക്സോ മന്മത് കാമ മന്മത്. അടുത്ത പാട്ടിറക്കാൻ ഞാന്. മമ്മദ് രാജ ഐഷേ കൊതഭോഗം നടത്തിയവനെ മമ്മദ് കോയ. നമുക്ക് അടുത്ത പാട്ടിറക്കാം. ഇനി പാട്ടിന്റെ വരികൾ ഇനി വരണം. അഷ്റഫ് KP. അപ്പൊ 9 വയസ്സുകാരി കുഞ്ഞല്ല അല്ലേ? 53 വയസ്സുകാരൻ മുഴുത്ത കിളവന്. എടാ വിവരം കെട്ടവനെ അഷ്റഫേ, ഇവന്റെ കൊച്ചിനെ കൊണ്ട് ഇവൻ കെട്ടിക്കുമോന്ന് എനിക്ക് അറിയണമല്ലോ കാന്തപുരത്തിന്. അഷ്റഫ് KP 3 വയസ്സുകാർ ആയിഷ കല്യാണം കഴിച്ച് 6 വയസ്സിൽ കെട്ടിയത് അവിടെ അഷ്റഫ് KPയുടെ ഉണ്ട്, നമുക്കിവിടെ ഉണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഭയങ്കര കണ്ടുപിടുത്തവുമായിട്ട് നമ്മുടെ ഈ കോയന്മാർ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ് തള്ളാഹുവിന്റെ മതത്തെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കാൻ നോക്കുന്നത്. ആ ഫോട്ടോയായിട്ടൊന്ന് സെൻഡ് ചെയ്ത് തരണേ മക്കളെ. അവന്റെ ഈ കോയയുടെ ഫോട്ടോയും കൂടി ചേർത്ത് നമുക്ക് നാട്ടുകാരെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതാണ് അഷ്റഫ് കോയ. അഷ്റഫ് KP കോയ ന്യായീകരിച്ചത് ഇങ്ങനെയാണ് ന്യായീകരിക്കാൻ പറഞ്ഞു വിടുന്നത്. ഉസ്താദുമാരിങ്ങനെ ന്യായീകരിച്ച് തള്ളി വിടുകയാണല്ലോ ഇവരുടെ സ്ഥിരം പരിപാടി. അപ്പൊ കോയ ഇരുന്നിട്ട് പറയുകയാണ് 6 വയസ്സിലാണ് ആയിഷയെ കല്യാണം കഴിച്ചത്. 6 വയസ്സിലല്ല 9 വയസ്സിലാണ്. അതുകൊണ്ട് 9 വയസ്സിൽ 53 വയസ്സുകാരൻ മുഴുത്ത കിളവന് കൊതഭോഗം നടത്താമെന്നാണ് അവന്റെ കണ്ടുപിടുത്തം. ഇതാണടാ പ്രശ്നം. എടാ 54 വയസ്സുകാരൻ കിളവന് 9 വയസ്സുകാരി പെണ്ണിനെ കണ്ടപ്പോ കാമം മൂത്തതിന് അന്നത്തെ കാലത്ത് കെട്ടിച്ചു കൊടുക്കും പോലെ. എടാ വിവരം കെട്ടവനെ, എടാ എന്ത് പറഞ്ഞടാ ന്യായീകരിക്കും. പെയിന്റ് വേണം, പക്ഷെ ഇങ്ങനെ അടിക്കരുത്, പുട്ടി ഇങ്ങനെ ഇട്ട് തള്ളരുത്. രാജേഷ് പരുത്തിയണിക്കൽ ഭാര്യയുടെയും മോളുടെയും അമ്മയുടെയും കൊതം കൊണ്ട് കൊടുത്തു കഴിഞ്ഞോ? അന്നാ മോനൊരു കാര്യം കൊതം കൊണ്ട് കൊടുത്തു കഴിഞ്ഞെങ്കിൽ രാജേഷ് പരുത്തിയണിക്കലെ ഇനി പോയിരുന്നിട്ട് ആശ്വസിക്കേ.
വീശറി എടുത്ത് വെച്ച് റെസ്റ്റ് എടുത്ത് ആശ്വസിക്കും. ഭാര്യയുടെ കൊതത്തിനകത്തോട്ട് വീശിക്കൊടുക്ക്. വീശറി എടുത്ത് വെച്ച് ചെല്ല്, സമയം കളയാതെ. ഇവിടെ വെറുതെ നിന്ന് സമയം കളയാതെ. അടി എരന്ന് മേടിക്കാൻ വരല്ലേ നിങ്ങൾ, ദയവ് ചെയ്ത്. ചുമ്മാതെ വന്ന് നിങ്ങൾ അടി എരന്ന് മേടിക്കുക. ഞാൻ ലൈവ് വരുന്നത്, ലൈവിൽ പറയേണ്ട കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ നിങ്ങൾ തുടങ്ങുവാങ്ങ് എരന്നടി മേടിക്കാൻ. നമ്മൾ കൊതമതിന്റെ മക്കളാണല്ലോ. അതിന്റെ കൂടെ കൊതമതിന്റെ മക്കളെ അനുകൂലിക്കുന്ന കുറെ രാജേഷ് പരുത്തിയെനിക്കലും കുറെ എന്താ പറയുന്ന മാത്യുവും തോമസും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായോ? രാജേഷ് പരുത്തിയെനിക്കലിന് ഇങ്ങനെ കൈകൾ ഇങ്ങനെ കുരുത്തു വരികയാണ്. ഇപ്പൊ രാജേഷ് പരുത്തിയെനിക്കലിന്റെ ഉൾസ്വഭാവം പുറത്തേക്ക് വരും. വരട്ടെ, വരൂ വരൂ, ഉത്സ്വഭാവം പുറത്തേക്ക് എടുത്തു വരൂ, ഉത്സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരൂ. രാജേഷ് പരുത്തിയെനിക്കൽ, വാ, നിന്റെ പുറത്തേക്കുള്ള സ്വഭാവം കൊണ്ടുപോവാ. നീ നേരത്തെ നല്ല കൊച്ചിനെ പോലെയാണോ? രാഹുൽ കുമാർ, ഡോണ്ട് ഡു. സ്വന്തം പ്രൊഫൈലിൽ വന്ന് എന്നോട് സംസാരിക്കാൻ തൻ്റെ ഉള്ള ആണുങ്ങളായിട്ടുള്ളവന്മാര് അബ്ദുൾ റസാഖ് മനു. എന്നെ കാണുമ്പോൾ മൊച്ചയെ പോലെ, നിന്നെ കാണുമ്പോൾ പന്നിയെ പോലെ ഉണ്ടല്ലോടാ അബ്ദുൾ റസാഖ് മനു. എടാ നിന്നെ കാണുമ്പോൾ പന്നിയെ പോലെ തന്നെയുണ്ട്. കാരണം അമ്മ പന്നിക്ക് പോയി തൂറിയിട്ട സാധനമാണല്ലോ. പന്നിക്ക് അമ്മ പോയി ഇങ്ങനെ കൂടി. നമ്മുടെ 1 2 3 4 5 5 കുണ്ടി. ഞാൻ ഇന്നൊരു ഇതെടുത്ത് നമുക്ക് കുണ്ടി എന്ന്, അയ്യോ നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി പ്രിയ സഹോദരങ്ങൾ. ഞാനത് കാണിച്ചു തരാവേ. അല്ല, ചന്തി എന്ന് വേണ്ട, കുണ്ടി എന്ന് പറഞ്ഞ് കേസ് കൊടുത്താലോ പിള്ളേച്ച? നിങ്ങളെ കേൾപ്പിക്കണ്ടേ? ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. ഒരു മിനിറ്റ്, അന്ന് പോയിട്ട് ഓടി വരാവേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിട്ട് ഓടി വരാം. ഒരു മിനിറ്റ് സപ്പോർട്ട്. നിങ്ങളെ ഞാൻ ഒന്ന് കാക്കാൻ വെച്ചതിന് സോറി. അതുകൊണ്ട് ഹാഷിം ഇക്രാൻ ചേച്ചി, ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇതൊക്കെ ന്യായമായ ചോദ്യം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള ഉത്തരം ഞാൻ തരും. അല്ലാതെ ന്യായരഹിതമായി എന്നോട് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അടി കൊണ്ട് കണ്ടം വഴി എന്ത് ചെയ്യും? ഓടും. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് കണക്കുള്ള ഒരാളേ അല്ല. ബിനു ശങ്കരൻ, കുറച്ചുകൂടെ മാന്യമായി സംസാരിക്കൂ സഹോദരി. ആണോ? എന്നാൽ മാന്യമായി സംസാരിക്കുന്നവരുടെ പേജ് ഉണ്ടെങ്കിൽ ബിനു ശങ്കരൻ അങ്ങോട്ട് ഓടിക്കോ. കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ പൊന്നു മോനെ, സകല മാന്യത അഴിഞ്ഞു പോകുന്നിന്റെ. അത് അഷറഫ് ഹാപ്പി. ജൂതന്റെ സംസ്കാരം നീ എന്നെ കൊണ്ട് പറയിക്കല്ലേ. ക്രിസ്ത്യാനിയെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്നവരാണ് ജൂതന്മാർ. അവന്റെ അവസാനം താങ്ങികൾ, ആസനം താങ്ങികൾ. നീയൊക്കെ ആണോ? കാര്യമായിപ്പോയി. ക്രിസ്ത്യാനികളെ കണ്ട് ജൂതന്മാർ കാർക്കിച്ച് തുപ്പുന്നുണ്ടെങ്കിൽ കാര്യമായിപ്പോയി. അതിനിപ്പോ എന്ത് വേണം നിനക്ക്? നിനക്ക് എന്ത് വേണം? കൊതമത് കോയ മോനെ അഷറഫ് ഹാപ്പിയെ. ആയിഷ 6 വയസ്സത്തിൽ ബോഹിച്ച് ഉണ്ടാക്കിയതിന് വന്ന് ന്യായീകരിച്ച് തള്ളിമറിച്ചവനല്ലേ നീ? 9 വയസ്സ്. 9 വയസ്സ്. നിന്റെ 9 വയസ്സിന്റെ കൊച്ചിനെ കൊണ്ടുപോയി നീ ഒരു കാന്തപുരത്തിന്റെ കൊതത്തിന് കൊണ്ട് കൊടുക്ക്. മനസ്സിലായോ? കുണ്ടിക്ക് കൊണ്ട് കൊടുക്ക്. ചെല്ല്, ഊളയ്ക്കുണ്ടായവനെ. മനസ്സിലായോ? എന്തായാലും നിങ്ങൾ ലൈവ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് ഇതും കൊണ്ടിരിക്കട്ടെ. പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും? ഒരു മിനിറ്റ് കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ. നിങ്ങൾ എന്തായാലും ഞാനൊന്ന് ഇത് കേൾപ്പിച്ചേക്കാം. കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം പറഞ്ഞത്? ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കയറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? പുസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം.
കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ ചന്തീന്ന് വേണ്ട കുണ്ടീന്ന് എഴുതി കേസ് കൊടുക്കാലോ. അപ്പൊ പിള്ളേച്ച കേട്ടല്ലോ, പിള്ളേച്ചന്മാര് കേട്ടല്ലോ. ഇത് ഹനീഫ പറഞ്ഞ, കൊച്ചു ഹനീഫ. അപ്പൊ ഇനി തൊട്ട് കുണ്ടി എന്ന് പറഞ്ഞേക്കാം, ചന്തി എന്ന് പറഞ്ഞാലല്ലേ പ്രശ്നമുള്ളൂ. ഒരു മിനിറ്റ്. രാജേഷ് പരുത്തിയനിക്കൽ. ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞത് നിന്റെയൊക്കെ? എടാ രാജേഷ് പരുത്തിയനിക്കൽ, നിന്നെ അലക്കാനുള്ള വരി നിനക്ക് എന്നെ കിട്ടി. എടാ കഴിവേറി മോനെ, നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ്. രാജേഷ് പരുത്തിയനിക്കലേ, എടാ കഴിവേറി മോനെ. ഈ രാജേഷ് പഴുത്തി അനക്കൽ എന്ന് പറയുന്ന കഴിവേറി മോൻ വന്ന് ഇട്ട കമന്റ് നിങ്ങൾക്ക് വായിച്ചു കേൾക്കണോ? പിടിച്ചോ. ഈ കഴിവേറി മോൻ ഇട്ട കമന്റ് ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? അവൻ ഇട്ട കമന്റ്, ഈ രാജേഷ് പരുത്തി അനക്കൽ എന്ന് പറഞ്ഞ നായിന്റെ മോൻ ഇട്ട കമന്റ് ഞാൻ നിങ്ങളിപ്പോ വായിച്ചു കേൾപ്പിക്കാം. ഒരു മിനിറ്റ്. ഈ കള്ള ഡാഷ് മോനെ ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇവന്റെ തനി സ്വഭാവം ഞാൻ ഇപ്പൊ നിങ്ങളെ പുറത്ത്. ഇത് തന്നെയാണ് ഇതിനകത്ത് വന്ന് എന്നോട് വന്ന് ഭയങ്കര വേരത്തരം കാണിച്ചിട്ട് ഭയങ്കര നല്ലവന്മാരെ പോലെ നടിക്കുന്ന കൂതറകളെല്ലാം കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മക്കളെ. അത് അവന്റെ കമന്റ് മുഴുവനും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് ഇട്ട് തന്നെ. ഈ പന്ന നായിന്റെ മോൻ എഴുതിയ കമന്റ് എന്തോ വിദ്യാഭ്യാസം കൂടിയതിന്റെ ആണോ നിങ്ങളുടെ വീഡിയോയിൽ കേൾക്കുന്ന ഈ മര്യാദകെട്ട വർത്തമാനങ്ങൾ എന്നാണ് അവൻ ചോദിച്ചത്. അപ്പൊ മര്യാദകെട്ട വർത്തമാനങ്ങൾ വിദ്യാഭ്യാസം കൂടിയത് കൊണ്ടാണോ എന്നാണ് രാജേഷ് പരുത്തിയനിക്കലിന്റെ കമന്റ്. കാരണം മര്യാദ കൂടിയവനാ. അപ്പൊ അവന് ഞാൻ 2 കൊടുത്തല്ലോ. താഴെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞു ഇറങ്ങിപ്പോടാ, മര്യാദ രാമ പോടാന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ രാജേഷ് പരുത്തിയനിക്കലിന്റെ കമന്റ് കണ്ടോ? നിന്റെ തള്ളയാണ് പറവടിയെന്ന്. മക്കളെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ടിട്ടെ. മര്യാദ പറഞ്ഞവനാ തിരിച്ച് 2 കൊടുത്തപ്പോ കണ്ടോ തള്ള പറവടിയായി. പിന്നെന്താ എന്തുവാ തായോളിത്തരം. കഴിവേറി മോനെ, രാജേഷ് പരുത്തിയനിക്കൽ എന്ന് പറയുന്ന കഴിവേറി മോനെ, നീ വേലത്തരം കാണിച്ച് നിന്നെപ്പോലുള്ള കൂതറകൾ ഇതിനകത്ത് കയറി ഇറങ്ങി നരങ്ങുമെന്ന് എനിക്ക് നല്ല വൃത്തിയാണ് അറിയാം. നീയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ വേലത്തരം കാണിക്കാൻ വേണ്ടി വേഷം കെട്ടലിന് വേണ്ടിയിട്ട് നിന്റെ ഭാര്യമാരുടെ കുണ്ടിയും നിന്റെ അമ്മയുടെ കുണ്ടിയും കൊതവും കൊടുത്ത് കണ്ട തുലുക്കന്മാർക്കെല്ലാം നീയൊക്കെ കുണ്ടി കൊടുത്തും കൊതം കൊടുത്തും ജീവിക്കുന്നവന്മാരാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭയങ്കര വിശുദ്ധന്മാരെ പോലെ അങ്ങ് വേഷം കെട്ടി കമന്റിട്ട് എഴുതും, തള്ളിമറിക്കും. ഭയങ്കര മര്യാദയുള്ളവന്മാര്. ഭാര്യയുടെ കൊതം കൊണ്ട് കൊടുത്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്ന നായിന്റെ മോനെ, നീ വന്നിട്ടാണോ അവിടെ കവിത എഴുതുന്നത്? അവൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാലേ അറിയാം എവിടെയോ കൊണ്ട് കൊതം കൊടുത്തിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണെന്ന് പറഞ്ഞിട്ട്. ഭയങ്കര മര്യാദരാമനെ പോലെ മര്യാദ സംസാരിച്ചവൻ അവന്റെ കമന്റ് ബോക്സിൽ കയറി നോക്ക് നിങ്ങള്. ഇങ്ങനെയാ ഓരോ മര്യാദ പറയുന്ന കഴിവേറി മക്കളും ജീവിതത്തിൽ. ഇതാ അവന്മാരുടെ പോയിട്ട് സംസാരിക്കുമ്പം ഇവന്റെയൊക്കെ മര്യാദ പോകും. മനസ്സിലായോ? മനസ്സിലായോ? അവന്മാരുടെ പോയി സംസാരിക്കുമ്പം ഇവന്റെയൊക്കെ മര്യാദ അതോട് പോകും. മനസ്സിലായോ? അറഫ ഷാനവാസ് ചാക്കുവള്ളി, നീ ചാക്കുവള്ളിയിൽ നിന്റെ അണ്ടി കെട്ടിത്തൂക്കാൻ മോനെ, വെയിറ്റ് ആക്ക്. ഒരു മിനിറ്റ്. അറഫ ഷാനവാസ് അണ്ടി ചാക്കുവള്ളിക്കകത്ത് കെട്ടിത്തൂക്കുന്ന മോന. അറഫ ഷാനവാസേ, അണ്ടി ചാക്കുവള്ളിയിൽ കെട്ടിത്തൂക്കുന്ന മോന് ദേ പിടിച്ചോ, പിടിച്ചോ. ഇപ്പൊ തരാവേ, വെയിറ്റ് ആക്കണേ. ഒരു മിനിറ്റ്, ഇപ്പൊ തരാം മോനെ. നീ ഇപ്പൊ ചാകുവേ, വിഷമിക്കണ്ടായേ, ഇപ്പൊ ശത്തോളുവേ, പേടിക്കണ്ടായേ.
അറഫ ഷാനവാസ് ചാക്കുവള്ളിയിൽ അണ്ടി കെട്ടി തൂക്കുന്ന മോൻ, ഇവന്റെ ഉമ്മാടെ കൊതത്തിനകത്തോട്ട് മൈലാഞ്ചി ഇടാൻ ആരെങ്കിലും പോകുമോന്ന്? ഇറാൻ അടിച്ച മിസൈലിനകത്ത് ഉമ്മാന്റെ കൊതം അങ്ങ് പൊളിഞ്ഞു കിടക്കുക. ഇനി മൈലാഞ്ചി ഇട്ട് വേണം അവന്റെ ഉമ്മാന്റെ കുണ്ടി എന്ത് ചെയ്യാനായിട്ട്, റെഡിയാക്കി കൊടുക്കാനായിട്ട്. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അറഫ എന്തുവാ അറഫ ഷാനവാസ് ചാക്കുവള്ളി, അണ്ടി ചാക്കുവള്ളിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന കുണ്ടിമോന്. എടാ, നിന്റെ ഉമ്മാന്റെ കുണ്ടി ഇറാന്റെ ഇതിനകത്ത് പൊളിഞ്ഞു പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂടാ അറഫ ഷാനവാസ് ചാക്കുവള്ളിയെ? ഉമ്മാന്റെ കുണ്ടി ഇറാന്റെ ആക്രമണത്തിനകത്ത് പൊളിഞ്ഞു പോയെന്ന്, അതുകൊണ്ട് മൈലാഞ്ചി ഇട്ട് കുണ്ടിക്കകത്ത് ഡെക്കറേഷൻ ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം RJ അഞ്ജലി RJ അഞ്ജലി ആരെയോ വിളിച്ചായിരുന്നു. നീ അവരുടെ വിളിച്ചൊന്ന് ചോദിക്കും, നിന്റെ ഉമ്മയുടെ കുണ്ടിക്കകത്ത് മൈലാഞ്ചി ഇട്ട് എന്ത് മോനെ ചെല്ല്. അറഫ ഷാനവാസ് ചാക്കുവള്ളിയിൽ അണ്ടി ചാക്കുവള്ളിക്കകത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മോനെ കൊല പഴിപ്പിക്കാനാണോ നിന്റെ അണ്ടി ചാക്കുവള്ളിയിൽ കെട്ടിയിട്ടിരിക്കുന്നത്? അവന്റെ അണ്ടി ചാക്കുവള്ളിക്കകത്ത് കൊല പഴിപ്പിക്കാൻ കെട്ടിയിട്ടിരിക്കുന്ന പോലെ. നിസീം കാസർഗോഡ് ഒരു ദിവസം കണ്ടം വഴി അടികൊണ്ട് ഓടിയവനാ നീ. ചെല്ല്. മനസ്സിലായോ? അതിന്റെ ഉമ്മയുടെ കുണ്ടി ഇറാൻ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന്, അതിനകത്ത് ആരെങ്കിലുമൊക്കെ മൈലാഞ്ചി ഇട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണമെന്ന്. മനസ്സിലായോ? അതിന്റെ ഉമ്മാന്റെ കുണ്ടിക്ക് ആരെങ്കിലും മൈലാഞ്ചി ഇട്ട് ഓ, കൊല്ലത്തിലാണോ അവിടെ അറഫ ഷാനവാസ് ചാക്കുവള്ളി നീ ഇരിക്കുന്നേ? അജോ ഏലിയാസ്, ഒരു മിനിറ്റ് മോനെ, വെയിറ്റ് ആക്കണേ, ഇപ്പൊ ശരിയാക്കി തരാം. അജോ ഏലിയാസേ, ഒരു മിനിറ്റേ, ഇപ്പൊ തരാവേ, വിഷമിക്കണ്ടായേ, ഇപ്പൊ തരാം. മാന്യ മഹാജനമേ, അജോ ഏലിയാസിനെ ഒന്ന് കണ്ടോളൂ. ഇവന്റെ ഭാര്യയുടെ കുണ്ടി തുലുക്കന്മാര് ചോദിക്കുകയാണ്, ആ ഭാര്യയുടെ കുണ്ടി ഒന്ന് എനിക്ക് തരുമോ, അതിനെ ഒന്ന് പൊളിക്കാനെന്ന് പറഞ്ഞിട്ട്. അജോ ഏലിയാസെ, നിന്റെ ഭാര്യയുടെ കുണ്ടിയിൽ മൈലാഞ്ചി ഇടാൻ അറഫ് ഷാനവാസിന് ഭയങ്കര മോഹമാണെന്ന്. അവളുടെ കുണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കൂടാ. അറഫ് ഷാനവാസിന് ഭയങ്കര മോഹം നിന്റെ ഭാര്യയുടെ കുണ്ടിക്കകത്ത് മൈലാഞ്ചി ഇടാനായിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യ് അജോ ഏലിയാസെ, നിന്റെ ഭാര്യയുടെ കുണ്ടി ഒന്ന് കൊടുക്കുവോ? ഇവളുടെ കുണ്ടിക്കകത്ത് ആ മൈലാഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അറഫ് ഷാനവാസിന് ഭയങ്കര മോഹം നിന്റെ ഭാര്യയുടെ കുണ്ടിക്കകത്തൊന്ന് മൈലാഞ്ചി ഇടാനായിട്ട്. അജോ ഏലിയാസെ, പറ മകനെ, ഇതിന് നീ എന്താ മറുപടി പറയുന്നെന്ന് പറയാം. ഇവളുടെ കുണ്ടിക്കകത്ത് അറഫ് ഷാനവാസിന് ഇവളുടെ കുണ്ടിക്കകത്ത് മൈലാഞ്ചി ഇടാൻ ഭയങ്കര ആഗ്രഹം. അജോ ഏലിയാസ് പൊന്നുമോനെ, നീ അതിന് അവളുടെ കുണ്ടി ഒന്ന് കൊടുക്കുമോ എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. ഇവിടെ ഒന്ന് ഫോട്ടോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അവളുടെ കുണ്ടിയും കാണിച്ചുകൊണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ സഹോദര. മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെയൊക്കെ മാന്യന്മാരായിരിക്കുന്ന മാന്യ മഹാജനങ്ങളെ, എന്റെ സ്ഥാനത്ത് നീയൊക്കെ ഇരുന്ന് എന്റെ സ്ഥാനത്തിരുന്ന് കാണണ്ടല്ലേ. അജോ ഏലിയാസ്, അവൾ ഇസ്രായേലിലുണ്ട് മാഡം. ഓ, ഇസ്രായേലിൽ നിന്ന് അപ്പൊ നാട്ടിലേക്ക് പോയിട്ടാണോ കുണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അറഫ് ഷാനവാസ് ഇപ്പൊ ചോദിക്കുവാ നിന്റെ ഭാര്യയുടെ കുണ്ടി ഒന്ന് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട്. എന്താ മകൻ, ഇസ്രായേലിലുണ്ടെന്നാണോ നീ മറുപടി പറയുന്നത്? ആർക്കെങ്കിലും ഇവിടെ ഇസ്രായേലിലുള്ളവരെ ഉണ്ടെങ്കിൽ അവരുടെ കുണ്ടി കൊടുത്തും അവളെ കുറഞ്ഞു വിട്ട് കുണ്ടി കൊടുപ്പിക്കാവുന്നതാണോ? അതോ കുണ്ടി ഫോട്ടോ എടുത്ത് കൊടുത്ത് വിട്ടിട്ട് അതിനകത്ത് പടം വരപ്പിക്കാവുന്നതാണോ? അതോ കുണ്ടി മാത്രമായിട്ട് വെട്ടിയെടുത്ത് പാക്ക് ചെയ്ത് നാട്ടിൽ കൊടുത്തിട്ട് അറഫ് ഷാനവാസിന് കുണ്ടിക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുമെന്നാണോ അജോ ഏലിയാസ്? എന്താ ഉദ്ദേശിച്ചത് മകനെ? അല്ല, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. നിങ്ങളൊക്കെ ഭയങ്കര മാന്യന്മാരല്ലേ മക്കളെ? മാന്യ മഹാജനങ്ങളെ, നിങ്ങൾ മാന്യന്മാരായി നിലകൊള്ളുന്ന സമയത്ത് നിങ്ങളുടെ മാന്യന്മാരുടെ മാന്യപരമായ ഉത്തരം കേട്ടിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. ഇങ്ങനെ മാന്യം കെട്ടവന്മാർ വന്ന് സംസാരിക്കുന്ന സംസാരത്തിന് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് മാന്യന്മാരെ നിങ്ങൾ എന്നെ പഠിപ്പിക്കൂ പ്ലീസ്. എന്റെ പ്രിയ മാന്യന്മാരെ, എന്റെ പ്രിയൻ മാന്യന്മാരെ, നിങ്ങളൊക്കെ എന്നെ ഒന്ന് പഠിപ്പിക്കൂ മാന്യന്മാരെ.
അഷറഫ് KP, നിന്റെയൊക്കെ ജൂതനും ക്രിസ്ത്യാനികളും എന്തിനാ തെണ്ടി ഞങ്ങളുടെ ഇസ്ലാമിക് രാജ്യമായ UAE, സൗദി, ഖത്തർ ഇതിലൊക്കെ വരുന്നത്? ഇറങ്ങിപ്പോകണം, ജോലി ചെയ്യാൻ. നിനക്കൊക്കെ ഇസ്ലാമിക് രാജ്യം വേണം. എടാ അഷറഫ് KP, ഊളയ്ക്കുണ്ടായവനെ, നിനക്കൊക്കെ ഇരുന്ന് തിന്ന് സുഖിക്കാൻ ഇന്ത്യ എന്ന് പറയുന്ന ഹിന്ദു രാഷ്ട്രം വേണോടാ? ഇറങ്ങിപ്പോടാ പാകിസ്ഥാനിലോട്ട്, കഴിവേറി മോനെ. നീ ഇവിടെ വന്നിട്ട് അഷറഫ് KP രാജ്യത്തിലോട്ട് ജോലിക്ക് പോകാൻ ചോദിക്കും. അവർ ജോലിയെടുത്ത് പണിയെടുത്ത് അധ്വാനിച്ച കാശുണ്ടാക്കുന്നത്. അല്ല നിന്റെ കുണ്ടി കൊടുത്ത്, നിന്റെ ഉമ്മാന്റെ കുണ്ടി ഇവിടെ കൊണ്ട് കൊടുത്ത് കച്ചവടം ചെയ്യുന്ന കണക്ക് കച്ചവടമല്ല ഇവിടെ ചെയ്യുന്നത് അഷറഫ് KP. പറഞ്ഞാൽ മനസ്സിലായോടാ അഷറഫ് KPയെ? ക്രിസ്ത്യാനിയും ഹിന്ദു ഒക്കെ നിന്റെയൊക്കെ തുലുക്കന്മാരുടെ രാജ്യത്തിൽ പണിയെടുത്തിട്ടാ കാശുണ്ടാക്കുന്നത്. അല്ല നിന്റെ ഉമ്മ ഇവിടെ ഇന്ത്യക്കകത്ത് കുണ്ടി കൊടുത്ത് ജീവിച്ച് കാശുണ്ടാക്കുന്ന കണക്കല്ല. അതുകൊണ്ട് മാന്യന്മാരായിട്ടിരിക്കുന്ന തുലുക്കന്മാരെല്ലാം അറബ് രാജ്യങ്ങളിലേക്ക് ഓടിക്കൊള്ളണം. ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ഹിന്ദു രാഷ്ട്രത്തിന്റെ അവകാശമാണ്. അവിടെ നിന്ന് മര്യാദയ്ക്ക് പാകിസ്ഥാനിലോട്ട് ഇത് പറയാനും നിനക്ക് തന്റെ ഇടം ഉണ്ടല്ലോ, സമ്മതിച്ചേരണം. അജോ ഏലിയാസിന് വല്ല മറുപടി ഉണ്ടോ മകനെ? അതോ ഓടിയോ അജോ ഏലിയാസ്? അജോ ഏലിയാസേ, നീ ഓടിയോ അതവിടെ തന്നെ ഉണ്ടോ? എന്നെ ആരും വിളിക്കണ്ട, എന്നെ ഒരു കോൾ ബാക്കും പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കണ്ട. മുഹമ്മദ് ഹഫീസ്, ഒന്ന് ചീത്തവിളി നിർത്തുവോന്ന്? ആണോ? നിന്റെ ഉമ്മാന്റെ കുണ്ടി ചോദിക്കുന്നുണ്ട് അറഫ് ഷാനവാസ്. നിന്റെ ഉമ്മാന്റെ കുണ്ടി കൊണ്ട് കൊടുക്ക് അവന്. കൊണ്ട് കൊടുത്തിട്ട് വന്ന് സംസാരിക്ക് അറഫ് ഷാനവാസേ. മനസ്സിലായോ? അജോ ഏരിയാസ്, എന്നെ ഇവിടെ ഒരുത്തനും പേഴ്സണലി വിളിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആരുടെയും പേഴ്സണലി വിളിച്ച് സംസാരിക്കാറുമില്ല. പറഞ്ഞ മനസ്സിലായോ? നിനക്ക് വല്ല മറുപടി ഉണ്ടെങ്കിൽ ലൈവിൽ വന്ന് മറുപടി ഇടാ, വിവരം കെട്ടവനെ. അല്ലാതെ എന്നെ വിളിച്ച് നീ എന്തിനാ പേഴ്സണലി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? നിന്നോട് ചോദിച്ചതിനുള്ള മറുപടിയാ നീ ഇവിടെ ഇടേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? നിന്നെപ്പോലുള്ളവന്മാർക്ക് മറുപടി പറയാൻ തൻ്റെ ഇടമില്ലെങ്കിൽ മര്യാദയ്ക്ക് ഇറങ്ങി എൻ്റെ പേജിൽ നിന്ന് പോയിക്കോ. നീ വന്നിട്ടാണല്ലോ പറഞ്ഞ 5 മിനിറ്റ് ലൈവ് ചെയ്യാൻ നോക്കെന്ന് പറഞ്ഞിട്ട്. ഞാൻ ലൈവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. ലൈവ് ചെയ്യാൻ ഞാൻ വരുമ്പോൾ എന്നെ ലൈവ് ചെയ്യാൻ അനുവദിക്കാതെ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ ലൈവിലിരിക്കുമ്പോൾ തോന്നിവാസം പറഞ്ഞ അടിച്ച് കൊറോണ ഞാൻ പൊളിക്കും, ഏതവൻ്റെ ആണെങ്കിലും. പിന്നെ എനിക്ക് നിങ്ങളെ സൂചിപ്പിക്കാൻ ലൈവ് പറയേണ്ടതല്ല എൻ്റെ പരിപാടി. ഞാൻ വരുന്നതിന്, ഞാൻ ലൈവിൽ വന്നാൽ എൻ്റെ ലൈവ് കേൾക്കാൻ പലരും ഉണ്ട്. മനസ്സിലായോ? എൻ്റെ ലൈവ് കേൾക്കാൻ പലരും ഇവിടെ വരുന്ന സമയത്ത് അടി എരന്നു വാങ്ങിക്കാൻ വന്നവന് കുണ്ടിയിൽ അടിച്ച് ഞാൻ മിസൈൽ അടിച്ച് കയറ്റുന്ന കണക്ക് ഞാൻ കയറ്റും. അല്ല നിന്റെയൊക്കെ സന്തോഷവും സമാധാനം തീർത്തു വരാൻ വേണ്ടി നോ വൾഗർ വേർഡ്സ് ആണ് പറഞ്ഞ. അതാ ഞാൻ ചോദിക്കുന്നത്, വിവരം കെട്ടവനെ. നിന്റെ ഭാര്യ അജോ ഏലിയാസെ, അവളുടെ കുണ്ടി ഒരുത്തൻ ചോദിക്കുക അറഫ് ഷാനവാസ്, അതിന് നീ എന്ത് മറുപടി പറയും? അവളുടെ കുണ്ടി തുറന്നു വെച്ച് കൊടുക്കൂടാ നായിന്റെ മോനെ അജോ ഏലിയാസെ ചേറ്റേ. നടക്കുന്ന നീ ആണെന്ന് പറഞ്ഞ് നടക്കും. നീ ശിഖണ്ഡി ആണായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പം എങ്ങനെയാടാ നിന്റെ ഭാര്യയ്ക്ക് ആണൊരുത്തനെ പോലെ നിന്റെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുന്നത്? കണ്ട ഒരുത്തൻ വന്ന് നിന്റെ ഭാര്യയുടെ കുണ്ടി ചോദിക്കുമ്പം നീ വൾഗർ വേർഡ്സ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. സഹോദരി, എൻ്റെ മാന്യ ഭാര്യയെ അറഫ് ഷാനവാസ് നിന്റെ കുണ്ടി മൈലാഞ്ചി ഇടാൻ ചോദിക്കുന്നു. ഓ, അവന്റെ ഭാര്യയുടെ കുണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കൂന്ന്. ആണോ? എടി അജോ ഏലിയാസ്, ഈ കുണ്ടി അവൻ നിന്റെ കുണ്ടി അവൻ സെൻഡ് ചെയ്ത് കൊടുക്കൂന്നാ പറയുന്നത്. കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവളുടെ കുണ്ടി അവൻ സെൻഡ് ചെയ്ത് കൊടുക്കൂന്ന് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്. നല്ല സ്വഭാവം. ഇവളുടെ കുണ്ടി അവൻ മൈലാഞ്ചി ഇടാൻ വേണ്ടി സെൻഡ് ചെയ്ത് കൊടുക്കൂന്നാ പറയുന്നത് അജോ ഏലിയാസ്. ഓ, കൊടുത്തോളൂ. നിന്റെ ഭാര്യയുടെ കുണ്ടി എടുത്ത് മൈലാഞ്ചി ഇടാൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയോ വേറെ എന്തെങ്കിലും കൊടുക്കുകയോ നീ ചെയ്തോ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? മനസ്സിലായോ?
പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന്. അയ്യടാ, പിന്നെ നീയൊക്കെ വിളിച്ചോണ്ടേ ഫോൺ എടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുമല്ലേ ഞാന്. അജോ ഏരിയാസ്, അവളുടെ കുണ്ടി ഞാൻ ഓക്കെ ആക്കിക്കോളാന്ന്. നിന്റെ ഭാര്യയുടെ കുണ്ടി ഓക്കെ ആക്കി നീ വേണമെങ്കിൽ പാർസൽ ചെയ്ത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യടാ, വിവരം കെട്ടവനെ. നീ നിന്റെ ഭാര്യയുടെ കുണ്ടിയെ പാർസലാക്കി കൊണ്ട് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും കൊടുത്തോ. ഇവിടെ ഒരു കുഴപ്പവുമില്ല. ഇറങ്ങിയിരിക്കുന്നു മാന്യം കെട്ട വേഷവും കെട്ടിക്കൊണ്ട്. ഞാനിരിക്കുന്ന സാഹചര്യത്തിൽ നീയൊക്കെ വന്നിരുന്നിട്ട് വെറും കേവലം ഫേസ്ബുക്കിനകത്തൂടി ലൈവ് കാണുന്നവന്മാരാ. ഞാൻ ലൈവിലിരുന്ന് സംസാരിക്കുകയാടാ ജെറ്റേ. യു ആർ ഓൺ ട്രാക്ക്ഡ് ആണോ? അയ്യോ, നീ ഒരു കാര്യം ചെയ്. ഇത് ഇവിടെ ഡ്രാമിന്റെ പണി നടക്കുന്നുണ്ട്. നിന്റെ ഭാര്യയെ കൊണ്ട് ട്രാക്കിനകത്തോണ്ട് നല്ലതുപോലെ നിർത്തിക്കൊടു. വല്ല ഉണ്ടിയും കയറ്റി കൊടുക്കാൻ വല്ല തുലുക്കനും വരും. ഇവിടെ വല്ല ഹമാസിന്റെ തുലുക്കന്മാരാണെങ്കിൽ അവന്മാർ കൊണ്ട് കൊടുക്കും. നിന്റെ ഭാര്യയുടെ കുണ്ടി കൊണ്ടുപോയി. യു ആർ ഓൺ ട്രാക്ക്ഡ്. പോടാ പോളെ. അവളെ വിളിക്കാൻ പറയുന്നേ. നിന്റെ ഭാര്യയുടെ കുണ്ടി കാണിക്കുന്നവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറ. നിന്നെപ്പോലുള്ള കൂതറ കെട്ടിയവന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവൾ നല്ലതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാ. കൂതറയ്ക്കുണ്ടായവന് സ്വന്തം ഭാര്യയുടെ കുണ്ടിയുടെ കച്ചവടം പറഞ്ഞാൽ പോലും ഒരു ഉളുപ്പുമില്ലാത്ത നാണം കെട്ട നായിന്റെ മോന് അവൻ എനിക്ക് വന്നിട്ട് ഉപദേശിക്കാൻ വന്നിരിക്കുക. ഞാൻ മാന്യനാണ്. ഐ വിൽ ഷോ യു. ഓക്കെ, നിന്റെ കുണ്ടി ആർക്കിവിടെ വേണം? നിന്റെ ഭാര്യയുടെ കുണ്ടിയും നിന്റെ കുണ്ടി ഇവിടെ നീ എനിക്ക് ഷോ ചെയ്യണ്ട. നീ കൊണ്ട് അറബ് ഷാനവാസിലുണ്ട് നിന്റെ ഭാര്യയുടെയും നിന്റെയും കുണ്ടി കൊണ്ട് കൊടുക്കുക. ഊളെ അജോ ഏലിയാസെ, മാന്യനാണ് പോല്. ഞാൻ മാന്യനാണ്. ഐ വിൽ ഷോ യു. എനിക്ക് അവന്റെ ഭാര്യയുടെ കുണ്ടി ചോദിക്കുന്നവന് നീ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പറയാണേ, ഞാൻ മാന്യനാണ്. അവൻ കാണിച്ചു കൊടുക്കുമെന്ന് കുണ്ടി. അയ്യോ, എനിക്ക് വയ്യ കർത്താവേ. എന്തിനാ ഇവന്മാരിങ്ങനെ അടി കൊണ്ട് ചാകാൻ വേണ്ടി ഇറങ്ങി കിടക്കുന്നത്? എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് ഒന്നിൽ നിനക്കൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്ക്, ഇല്ല ഇറങ്ങിപ്പോ. നിങ്ങൾക്കൊക്കെ ഒരുപാട് ന്യൂസ് ചാനലുകൾ അവിടെ ഇവിടെ കിടക്കുമല്ലേ. ഒരുപാട് ന്യൂസ് ചാനലുകൾ നിങ്ങൾക്കുള്ള വാർത്തകളൊക്കെ തരാൻ വേണ്ടി കേൾക്കുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് തന്നെ പലരും വാർത്തകൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നോട് തന്നെ ലൈവ് കാണാൻ വേണ്ടി ഇരുന്നിട്ട് എന്നെ ഇങ്ങിരുന്ന് പഠിപ്പിക്കുക വന്നിരുന്ന്. റീന സഹോദരി അങ്ങനെ പറയല്ലേ. ഇങ്ങനെ എടാ, ഞാൻ ലൈവിലിരിക്കുന്നവളാടാ വിവരം കെട്ടവന്മാരെ. ഞാൻ ലൈവിലിരിക്കുന്നവളാ. ലൈവിലിരിക്കുന്ന എന്നോട് മറ്റുള്ളവന്മാർ സംസാരത്തിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രതിരോധമാണ്. അത് ഞാൻ തീർക്കുമ്പോൾ മാന്യന്മാരുടെ മുഖംമുടിയും ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വേഷം കെട്ടൽ വർത്തമാനം പറഞ്ഞാൽ അടി കൊണ്ട് കണ്ടം വഴിക്ക് ഓടും. അതും കൂടി ഞാൻ പറഞ്ഞേക്കുക. പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായോ? പിടി കിട്ടിയോ? അപ്പം അടുത്ത ആള് വന്നു. ദൈവവിശ്വാസി ഷാബി KSD. താങ്കൾ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ ഇങ്ങനെ ഒരു മിനിറ്റ്, ഷാബി KSDക്ക് ഒരു മറുപടി കൊടുത്തേ പറ്റത്തുള്ളൂ. തെറി വിളിക്കുന്നത് ശരിയാണോ? ഷാബി KSD ദൈവവിശ്വാസിയായ തള്ളാഹുവിന് കാമാത്തിപ്പുരയും സോണാക്കാച്ചിയും ഉണ്ടാക്കിയിട്ട് വ്യഭിചാരശാലയിൽ വേശ്യാവൃത്തി നടത്തുന്നത് ശരിയാണോ മകനെ? ഷാബി KSD ദൈവമായിരിക്കുന്ന തള്ളാഹുവിന് കാമാത്തിപ്പൂരയും സോണാക്കാച്ചിയും ഉണ്ടാക്കി എല്ലാവർക്കും 72 കൂറിമാരെ കൊടുത്തിട്ട്, ഒന്നും രണ്ടും ഒന്നുമില്ല, അതും തുടുത്തമാറിടമുള്ള 72 കൂറിമാരെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? ഭോഗിക്കാൻ വിടുക. 300 ബാലന്മാർ എക്സ്ട്രാ വരെ. പിന്നെ ആ തള്ളാഹു ഇവിടെ വെയിറ്റ് ആക്കും. ഒരുത്തൻ എന്തുവാ അവളെ ഭോഗിച്ച് തരുമ്പോഴത്തേക്കും അവളെ ഇങ്ങനെ കൊണ്ടുവരും തള്ളാഹുവിന്റെ മുമ്പിൽ. അവിടെ തള്ളാഹു എന്ത് ചെയ്യും? ജനേന്ദ്രയൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ആബ്രാക്കട ഫൂ എന്ന് പറയുമ്പോൾ വീണ്ടും അവൾ കന്യകയാകും. എന്നാൽ അതിന് അടുത്ത റൗണ്ടിലേക്ക് പോയിക്കൊള്ളാം. അങ്ങനെ 24 hours വെടിവെച്ച് നടക്കുന്ന കാമാത്തിപ്പുരയ്ക്കകത്തുകൂടി കറങ്ങി നടക്കുന്ന തള്ളാഹുവിന്റെ മോൻ വന്നിട്ട് ഇടുന്ന ഉപദേശം നോക്കിക്കൊണ്ടേ. അല്ല, നീ ഒന്നില് മാനസാന്തരപ്പെട്ട് വല്ല എന്തുവാ തള്ളാഹുവിന്റെ മതം വിട്ടുപോയവനാണോ ഇനി? താങ്കളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ
ദൈവവിശ്വാസിയാണെങ്കിൽ ഏതവനെങ്കിലും വന്ന് കുണ്ടി ചോദിക്കുമ്പോഴത്തേക്കും കുണ്ടി എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റുമോടാ വിവരം കെട്ടവനെ? ദൈവവിശ്വാസിയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവവിശ്വാസിയാ സഹോദരങ്ങളെ എന്ന് പറയുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയാണേ, നിന്റെ കുണ്ടി ഇങ്ങ് കാണിക്ക്, എനിക്കൊന്ന് കൊതഭോഗം നടത്തണം എന്ന് പറയുമ്പോഴത്തേക്കും ആണോ ദൈവവിശ്വാസിയാണ് ഞാൻ, അപ്പം നമ്മൾ തിരിച്ച് മാന്യന്മാരായിരിക്കണം. നേരത്തെ ഒരുത്തം പറഞ്ഞില്ലേ? ഏ ഏ ഏ മനസ്സിലായോ? സ്വന്തം പ്രൊഫൈലിൽ വന്ന് സംസാരിക്കുന്നവർക്കെല്ലാം മറുപടി ഉണ്ട്, തീർച്ചയായിട്ടും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ആരെയും ഞാൻ വെറുതെ വിടുന്നില്ല, എല്ലാവർക്കും മറുപടി ഞാൻ തന്നോളാം. പക്ഷെ ഫേക്ക് ഐഡികളിൽ വന്ന് ഇവിടെ കിടന്ന് കറങ്ങി കളിക്കുന്നവന്മാരൊക്കെ ഓടിക്കൊള്ളണം. ഓക്കെ? അങ്ങ് മാന്യന്മാരങ്ങ് ഇറങ്ങിയിരിക്കുക. എടാ പോടാ വിവരം കെട്ടവന്മാരെ. നിനക്കൊക്കെ തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ കണക്ക് അടിച്ച് നിന്റെയൊക്കെ എന്ത് ചെയ്യണം? കുണ്ടി പൊളിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. മനസ്സിലായോ? അടിച്ച് നിന്റെയൊക്കെ കുണ്ടി അങ്ങ് പൊളിക്കണം, എന്നാലേ നിനക്കൊക്കെ പറ്റത്തുള്ളൂ. അല്ലാതെ നിന്നെയൊന്നും വെറുതെ വിടുന്ന ലക്ഷണമില്ല. ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ അങ്ങ് തീരുമാനിച്ചു. പറഞ്ഞു മനസ്സിലായോ? പറ്റുന്നവരൊക്കെ ഈ പണി ഏറ്റെടുക്കാം. ഇല്ലെങ്കിൽ യുവമാർ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുണ്ടി കൊണ്ടുപോയി കൊടുക്ക് യുവമാർക്ക്. പറഞ്ഞു മനസ്സിലായോ? എരന്നടി പേടിക്കാൻ വേണ്ടി എപ്പോൾ ഇസ്രായേൽ യുദ്ധം തുടങ്ങുമോ അപ്പോൾ ഇവന്മാർക്ക് ഇളക്കപ്പെരുപ്പുവാ. ഇസ്രായേലിൽ എപ്പോൾ യുദ്ധം തുടങ്ങുമോ അപ്പോൾ ഇവന്മാർക്ക് ഇളക്കപ്പെരുപ്പുവാ. നീ എന്ന് കേരളത്തിൽ വരുമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയി, നീ അറിഞ്ഞില്ലായിരുന്നോ? അഞ്ചൽ ഷംനാദേ, ഞാൻ കഴിഞ്ഞ ആഴ്ച കേരളത്തിൽ വന്നിട്ട് പോയത് നീ അറിഞ്ഞില്ലായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേരളം വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ എല്ലാവരോടും കൊട്ടിഘോഷിച്ച് നടക്കാൻ പറ്റുമോ? അജു ഏലിയാക്സ് എല്ലാവർക്കും താങ്ക്സ് ഓക്കെ ഒക്കെ കൊടുത്തോണ്ടിരിക്കുക. കുണ്ടി കൊടുക്കുന്ന മോന്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഉപദേശിക്കാൻ വേണ്ടി റീനയെ ഉപദേശിക്കാൻ നിങ്ങൾ ആള് വളർന്നിട്ടില്ല, അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായി? നിങ്ങൾ ആരും തന്നെ റീനയെ ഉപദേശിക്കാൻ മാത്രം വളർന്നിട്ടില്ല. അപ്പൊ പിന്നെ റീനെ ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത്. ഉപദേശിക്കുന്നവനും അടികൊണ്ട് ചാകും. അപ്പൊ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ സഹോദരി, ഒന്നും ഉപദേശിച്ചതല്ലേ ഉള്ളൂ എന്ന് കരയരുത്, മോങ്ങരുതിരുന്നിട്ട്. പറഞ്ഞ മനസ്സിലായോ? ഉപദേശിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിക്കരുത്. ഉപദേശിക്കാൻ ഇറങ്ങി തിരിഞ്ഞാൽ അടിക്കുന്ന അടിയിൽ ഉപദേശിക്കുന്നവനും കണ്ടം വഴി ഓടേണ്ടി വരും. അതും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാനായിട്ട്. അപ്പൊ ഇസ്രായേലിന് യുദ്ധത്തിന്റെ അന്തരീക്ഷമാണെങ്കിൽ പോലും ഇവിടെ യുദ്ധമത്തെ അന്തരീക്ഷം ഒന്നും ആർക്കും മനസ്സിലാകത്തില്ല. ആ തരത്തിലാണ് ഇസ്രായേൽ, നോർമൽ ലൈഫിലേക്കാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു യുദ്ധത്തിൻ്റെതായ അന്തരീക്ഷം ഒന്നും ഇവിടെ നിങ്ങൾക്ക് പരസ്യമായി കാണാൻ പറ്റത്തില്ല. വല്ലപ്പോൾ കൂടി അവന്മാരുടെ ഒരു മിസൈൽ ഇവിടെ വരുന്ന സമയത്ത് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ഇരുന്നുകൊണ്ട് ചെവിയിൽ എന്ത് ചെയ്യും? അഴുക്കെടുക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഷെറിൻ ഐസക്കെ ഷീബ അലക്സാണ്ടർ പറഞ്ഞത് നോ വിവരം മറ്റോളെന്ന് പറഞ്ഞ തുലുക്കന്മാരുടെ കാര്യമാണ്. ഷീബ അലക്സാണ്ടർ വേറെ അടിമേടി ചാകല്ലേ സഹോദരി. ഒന്നാതെ യുദ്ധസമയമായി എഴുതുമ്പം കൃത്യമായിട്ട് ഷീബ അലക്സാണ്ടറെ പേരുകൾ പറഞ്ഞ് എഴുതുക, അല്ലെങ്കിൽ അടികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൊള്ളേണ്ടി വരും. നമ്മുടെ സഹോദരങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും അടി. പറഞ്ഞ മനസ്സിലായോ? അടി അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ എഴുതുമ്പം തുലുക്കന്മാർക്ക് വിവരമില്ലെന്നാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. അതുകൊണ്ട് റഹ്മാൻ VS
എടാ വീരം കെട്ടവനെ, ഇന്നലെ നിനക്ക് ഞാൻ കമന്റിന് കുറേ മറുപടി തന്നെയാ. കുറേ മറുപടി നിനക്ക് തന്നെയാ. ഈ അടി കൊണ്ടവന്മാർ വരരുത്. അടുത്തവന്മാർ ലൈനായിട്ട് വരിക. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുലിക്കന്മാർക്ക് ശിവ അലക്സാണ്ടർ എനിക്ക് മനസ്സിലായി, പക്ഷേ നമ്മുടെ സഹോദരങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എഴുതുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം ഇസ്രായേലിലെ സിറ്റുവേഷൻ ഇവിടെ യുദ്ധഭൂമി ആണെന്ന് നാട്ടുകാരെല്ലാം പറയുമെങ്കിലും ഇവിടെ ദൈവത്തിന്റെ കൃപയാൽ ഇസ്രായേൽ സമാധാനത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. പിന്നെ വെല്ലപ്പക്കൂടി തുലുക്കന്റെ ഇറാനിലുള്ള മിസൈൽ ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ ജെയിൻ പറയുന്നത് പോലെ ഒരു എന്താ പറഞ്ഞ ഇറാന്റെ ഒരു മിസൈൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ ചെവിയിലെ അഴുക്കെടുക്കാമായിരുന്നു എന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ അപ്പൊ ഇവിടെ വാർത്താ ചാനലുകളിൽ പറയുന്നു ബത്ഷേബയിൽ വീണു, ആശുപത്രിയിൽ ബോംബ് പൊട്ടി, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്രായേലിന്റെ ഒരു ചാണക്യ തന്ത്രമാണ് പ്രിയ സഹോദരങ്ങളെ. അതൊരു ചാണക്യ തന്ത്രമാണ്. കാരണം ഇസ്രായേലിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പൊട്ടിയില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അവന്റെ കുണ്ടിക്കടിക്കുന്ന അടിയുടെ ആ ഒരു ആഘാതം കുറഞ്ഞിരിക്കും. കാരണം ലോകരാജ്യങ്ങളെല്ലാം പറയും ഇസ്രായേലൊന്നും സംഭവിച്ചില്ല, പക്ഷെ ഇറാനോ കത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ കരച്ചിൽ കൂടും. അങ്ങോട്ട് നോക്കിയിട്ട് എല്ലാവരുടെയും കരച്ചിൽ അങ്ങോട്ടായിരിക്കും ഇരുന്നിട്ട്. അയ്യോ ഇറാനെ അവര് വിടുന്നില്ല, ഇറാനെ അവര് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ഇറാനെ അവര് നശിപ്പിക്കുന്നു, ഓ ഇസ്രായേലേ ക്രൂര രാഷ്ട്രമേ ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ തുലുക്കന്മാരെല്ലാം ഇസ്രായേലിനെ നോക്കിയാണല്ലോ കരച്ചിൽ. ഇറാനിൽ എന്ത് നടക്കുന്നു ആർക്കും അറിയണ്ട, ഇസ്രായേലിന് എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് ചാണക്യ തന്ത്രത്തിനകത്ത് മുഴുകിപ്പോയിട്ട് ഇസ്രായേൽ എന്താണോ ഉദ്ദേശിച്ചത് അതിനകത്ത് തുലുക്കന്മാർ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞാൽ മനസ്സിലായോ? ഇസ്രായേൽ എന്താണോ തന്റെ ചാണക്യ തന്ത്രത്തിൽ ഉദ്ദേശിച്ചത്, ലോകരാജ്യങ്ങൾ മുഴുവനും പണ്ട് നിങ്ങൾ ഗാസയെ മാത്രം കാണിച്ച് മോങ്ങിക്കൊണ്ടിരുന്നവരാണല്ലോ. ഇപ്പൊ ഇസ്രായേലിനെയാണല്ലോ കാണിച്ച് മോങ്ങുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോട് കുറച്ചുകൂടി സഹായിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും. കൂടുതൽ സഹായിക്കൂ. കൂടുതൽ കെട്ടിടങ്ങൾ വീണതായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഇസ്രായേലിന്റെ എയർപോർട്ട് തകർന്നതായിട്ട് നിങ്ങൾ കാണിക്കണം. പിന്നെ ഇസ്രായേലിലെ വൻ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണതായിട്ട് നിങ്ങൾ കാണിക്കണം. പോരാത്തതിന് ഇസ്രായേലിന്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞ് മരണസംഖ്യ ഏറി കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണിക്കണം. പിന്നെ എല്ലാവരും അയ്യോ ഞങ്ങൾ രക്ഷിക്കണേ ഇസ്രായേലി മക്കൾ കരയുന്നത് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെ നിങ്ങൾ കാണിക്കണം. ടെഹ്റാനെ വിട്ടേരെ, നിങ്ങൾ അതിന് പാടെ ഉപേക്ഷിച്ചേരെ. ആ സമയം കൊണ്ട് നമ്മുടെ ഇസ്രായേല് ടെഹ്റാന്റെ കുണ്ടിക്കടിച്ച് അവരെ കൊതം പൊളിച്ച് സകലതും കൂടി തീർത്തതിന് ശേഷം അവസാനം പറയും, ഓ യുദ്ധം അവസാനിച്ചിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും ടെഹ്റാനുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ടെഹ്റാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് ടെഹ്റാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. ടെഹ്റാനുണ്ടോ എന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ടെഹ്റാനോ, അയ്യോ ഇവിടെ ഇരുന്ന ടെഹ്റാൻ എവിടെ പോയി? അപ്പം വാർത്താ ചാനലുകളെല്ലാം ഗ്ലോബിലേക്ക് മാപ്പിലേക്ക് ഇങ്ങനെ വിരിച്ച് നോക്കും. ടെഹ്റാനുണ്ടോ എന്ന് പറഞ്ഞ്. അയ്യോ ഇവിടെ ഇരുന്ന ടെഹ്റാൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് അവസാനം നിങ്ങൾക്ക് ടെഹ്റാനെ ഓർത്ത് വലിയൊരു കൂട്ടക്കരച്ചിൽ കരയാനുള്ള അവസരം ഇസ്രായേൽ ഒരുക്കി തന്നുകൊണ്ടിരിക്കും. അതുവരയ്ക്കും നിങ്ങൾ ഇസ്രായേലിനെ മാത്രം നോക്കിയിരുന്ന് കരയണം എന്നുള്ള എൻ്റെ ഒരു പ്രത്യേക എല്ലാ മാധ്യമങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ അപ്പോൾ എല്ലാ മാധ്യമങ്ങളോടും എല്ലാ തുലുക്കന്മാരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ പ്രചരണം തുടങ്ങിക്കോളൂ, നടത്തിക്കൊണ്ടേയിരുന്നോളൂ. ഇസ്രായേൽ കത്തുന്നു, ഇസ്രായേൽ മാരകമായി കിടുകിട വിറങ്ങുന്നു, ഇസ്രായേൽ കിടുകിട ആടുന്നു, ഓ തേങ്ങാക്കുലയിൽ മണ്ടരിയോ എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിന്റെ ആട്ടവും കുലുക്കവും ഇസ്രായേലിന്റെ ബിൽഡിങ്ങുകൾ വീഴുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി മൊസാദ് തകർന്നു വീണിരിക്കുന്നു. ഇതാ പിന്നെ പോരാത്തതിന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തലയിൽ ബോംബ് വീണെന്ന് വരെ വേണമെങ്കിൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രായേലിന്റെ ചാണക്യതന്ത്രത്തിനകത്ത് വീണ് കിടന്ന് ഇസ്രായേലിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങളെ, ഇസ്രായേലിന് യുദ്ധത്തിൽ സഹായിക്കുന്ന കേരള പൊട്ട മാധ്യമങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ഇതിനാൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഞാനപ്പം പോട്ടെ, നമുക്ക് സൂമിൽ എനിക്ക് പോകേണ്ടതുണ്ട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം സൂമിൽ വെയിറ്റിംഗ് ആണ്. അയ്യോ, അപ്പൊ സൂമ് ഉണ്ടേ, എവിടാ നമ്മുടെ സഹോദരങ്ങളെല്ലാം സൂമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
അതുകൊണ്ട് ഞാൻ സൂമിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സമയം ഇപ്പം എത്രയായി? 9:05. ഓക്കെ, സാരമില്ല, സൂമിൽ പോകാം. അപ്പം സഹോദരൻ, സൂമില് ശബത്ത് കൂടുന്നവർ മാത്രമേ സൂമിൽ വരാകൂ. വേറെ ആരും സൂമിനകത്തോട്ട് കയറിയാൽ ഞാൻ കയറ്റത്തില്ല, റിമൂവ് ചെയ്ത് കളയും. ശബത്ത് ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രമുള്ളതാണ് സൂം. ഓക്കെ, സൂമിൽ ഞാൻ ശബത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ ശരി സഹോദരങ്ങളെ, നമുക്ക് സൂമിൽ വെച്ച് കാണാം.